നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ ഭദ്രകാളി, കണ്ണോട്ടുകാവിലമ്മേ സർവേശ്വരി, ഗണപതി ഭഗവാനെ ശാസ്താവേ, സർപ്പദൈവങ്ങളെ, എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഭദ്രകാളി അഷ്ടകത്തിൻ്റെ അത്ര സുപരിചിതമല്ലാത്ത ഒരു ഭദ്രകാളി അഷ്ടകത്തിൻ്റെ 2 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് നമുക്ക് ഈ അനുഗ്രഹീതമായിട്ടുള്ള ഈ സന്ധ്യ സത്സംഗത്തിനായിട്ട് വിനിയോഗിക്കാം. അമ്മേ ശരണം, ദേവീ ശരണം, ഭദ്രേ ശരണം. ശംഭോർനേത്രാനലേയാജനനമവിജ്ജഗൽത്രാണഹേദോരയാസിൻ ഭൂയസ്തീക്ഷ്ണാസിധാരാവിദലിതനുജാ ദാരുകം ജാവിഹത്വാ തസ്യാസൃക്പാനദുഷ്ടാ മുഹുരഭി കൃതവത്യട്ടഹാസം കഠോരം സാസ്മാകം വൈരിവർഗം ശമയതു തരസാ ഭദ്രദാ ഭദ്രകാളി. ദേവി യാ ദേവീ കാളരാത്രി തുഹിനഗിരിസുതാ ലോകമാതാധരിത്രി വാണി നിദ്രാജമായ മനസി ജദയിതാ ഘോരരൂപാതിസൗമ്യ ചാമുണ്ഡാ ഗഡ്ഗഹസ്താരിബുഹനനപര ശോണിതാസ്വാദകാമ സാഹന്യാദ്വിശ്വവന്ദ്യ മമ രിപുനിവഹ ഭദ്രദാ ഭദ്രകാളി. അമ്മേ സർവേശ്വരി സന്തോഷിക്കണേ. ഏകദേശം 6 വർഷം മുമ്പ് ഞാൻ ഈ പുണ്യക്ഷേത്രത്തിൽ ഇതേ വേദിയിൽ ഒരു സീതാസ്വയംവരം പരശുരാമൻ കോട്ടയ്ക്കൽ ദേവദാസേട്ടൻ്റെ ആമസോൺ പ്രൈമിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. ഒരു രാത്രി മുഴുവൻ ഇവിടെ തന്നെ, അതായത് ആ ആട്ടം അവസാനിക്കുന്നത് വരെ ഈ മനോഹരമായിട്ടുള്ളൊരു സ്റ്റേജ്. ഒരുപക്ഷെ ജീവിതത്തിൽ അനവധി സ്റ്റേജുകൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലിത്രയും ക്യാമറയിൽ ഗ്രാൻഡായിട്ട് വരുന്നൊരു സ്റ്റേജ് കണ്ണോട്ടുകാവിലെ പോലെ അധികം കാണില്ല. അങ്ങനെ നിറഞ്ഞ സ്റ്റേജാണ്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല ക്യാമറയിൽ കാണുക. ഇന്നും ദേവദാസേട്ടൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പരശുരാമനിലൊന്ന്, അദ്ദേഹം ആ പീഠത്തിൻ്റെ മുകളിൽ നിന്ന് അന്തരീക്ഷത്തിൽ ഉയർന്നിട്ട് പരശുരാമൻ ആ മഴുവും കൊണ്ട് നിൽക്കുന്നത് ഈ ചോരചിത്രത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ വളരെയധികം എന്താ പറയുക ശ്രദ്ധ നേടിയിട്ടുള്ളൊരു ചിത്രമായിരുന്നു ഞങ്ങൾ അന്ന് ഷൂട്ട് ചെയ്തതിൽ. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ ലാസ്റ്റല്ല, ഞാൻ ആദ്യമായിട്ട് വന്നത് അന്നാണ്, രണ്ടാമത് വരുന്ന ഇന്നാണ്. അന്ന് ഞാൻ ഉള്ളിൽ ജീൻസ് പാൻറ്റൊക്കെ ഇട്ട് വന്നുകൊണ്ട് അമ്മ അകത്ത് പോയി തൊഴുതില്ല. ഇന്ന് അമ്മ എന്നെ വിളിച്ചു വരുത്തി അകത്ത് തൊഴിയിപ്പിച്ച് ഇവിടെ അമ്മയ്ക്ക് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറയാൻ എന്നെ വെറൊരു നിമിത്തമായിട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ വിശ്വസിക്കണം. വടക്കന്തറ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വടക്കന്തറ അമ്മയെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തിയപ്പോൾ കണ്ണോട്ടുകാവിലമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പാലക്കാടിൻ്റെ ചരിത്രത്തിൽ വടക്കന്തറ കണ്ണകി എന്ന വടക്കന്തറ തിരുവരായിക്കൽ ഭഗവതി, കണ്ണോട്ടുകാവിലമ്മ, കണ്ണടത്ത് ഭഗവതി, പുല്ലുക്കോട്ടയ്യൻ, ഇവർ 4 പേർക്കും സവിശേഷമായിട്ടുള്ളൊരു സ്ഥാനമാണുള്ളത്. അവർ കൊല്ലവർഷം, അത് ഞാൻ ആ കഥ അവസാന ദിവസമേ പറയുള്ളൂ, അവരുടെ വരവ് പാലക്കാട്ടേക്ക് എങ്ങനെയായിരുന്നു, ഈ കാവുകൾ ഇങ്ങനെ 4 ഇടത്തായി, കണ്ണകിയുടെ ചെലമ്പും പീഠവും വാളും ശംഖും എവിടെ പോയി, അതൊക്കെ രഹസ്യമായിട്ട് ഇന്ന് ഏത് മണ്ണിൻ്റെ അടിയിലാണ് കിടക്കണത്, ഇതൊക്കെ 3-ാം ദിവസം പറയാം. എന്നാലേ നിങ്ങൾ 3 ദിവസവും വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു സാധാരണ കാവോ ക്ഷേത്രമല്ല. നമ്മൾ പാലക്കാട്ടുകാരെ, പ്രത്യേകിച്ച് നഗരപ്രദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ പെറ്റ അമ്മമാരാണ് ഇതൊക്കെ. മണപ്പുള്ളിക്കാവിലമ്മ, കല്ലേക്കുളങ്ങര ഭഗവതി, ഹേമാംബിക നമ്മുടെ പാലക്കാടിൻ്റെ പരദേവത അമ്മയാണ്. അതേപോലെ വടക്കന്തറക്കാവിൽ ഭഗവതി, അനവധി കണ്ണകിയമ്മമാർ, നമ്മുടെ എന്താ പറയുക, ചെറുതും വലുതുമായിട്ടുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന അമ്മമാർ. ഞാൻ കുട്ടിക്കാലം ചെലവഴിച്ച പുത്തൂരുകാവ്, അവിടെ കണ്ണായമ്മ എന്നാണ് പറയുക അമ്മ. ഈ വാക്കുകളിലൊക്കെ കണ്ണകിയുടെ സ്വാധീനം വളരെയധികം കാണും. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ദിവസം ഉണ്ടായിരുന്നു, അതിനുള്ള ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുവരെ പറയാത്തൊരു സാധനം ഇവിടെ പറയണമെന്നാണ് വിചാരിച്ചിരുന്നത്. മീൻസ് ഇവിടെ എന്നല്ല, എവിടെയെങ്കിലും ചിലപ്പതികാരം. പക്ഷെ ചിലപ്പതികാരം പറയാൻ ഈ സമയം പോരാ. ചിലപ്പതികാരം പറയേണ്ട ഒരു സമയം ആയിക്കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവീ സങ്കല്പങ്ങളെ കുറിച്ചിട്ടൊരു പുനർവായന, പുനർചിന്തനം വരണ ഒരു കാലഘട്ടമാണ്. അപ്പോൾ പിന്നെ ഈ കുറഞ്ഞ സമയങ്ങളിലുള്ളിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ 2 കാവുകളുടെ സമ്പ്രദായങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയാൻ എന്തോ ഗുരുവായൂരപ്പൻ ഇതുവരെ ഒരു പച്ചക്കൊടി കാണിച്ചിരുന്നില്ല. ഇപ്പോഴും സർപ്പക്കാവുകൾ പറയാൻ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. ഈ കാളിയുടെ കാവുകൾ പറയണം എന്നിങ്ങനെ ഏകദേശം ഒരു രൂപം ആയി വന്നുകൊണ്ടിരുന്ന സമയത്താണ് കണ്ണോട്ടുകാവിലമ്മ എന്നവിടെ വന്ന് പറയേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരിക്കുന്നത്. ഇത് 3 ദിവസങ്ങളായിട്ടുള്ളത് കൊണ്ട് 3 ആക്കിയിട്ട് ഞാൻ ഭാഗിച്ചിട്ടുണ്ട്. ഇന്ന് കാവുകൾ എന്താണെന്നും കാവ് സമ്പ്രദായം എന്താണെന്നുള്ളതിൻ്റെ ഒരു സാമാന്യ പരിചയം നമ്മൾ സാധാരണക്കാർക്ക് പഠിക്കാനല്ല, പഠിക്കാനല്ല, ഞാനൊന്നും പുതുതായിട്ട് പറയുന്നില്ല. നമ്മൾ കളഞ്ഞു കുളിച്ച ഒരു വിശേഷമായിട്ടുള്ള ആരാധനാ സമ്പ്രദായത്തിനെ ഓർമ്മപ്പെടുത്തുക. നാളെ കേരളത്തിലെ വിശേഷമായിട്ടുള്ള അമ്മയുടെ അനവധി കാവുകളുണ്ട്. മാടായിക്കാവ്, കൊടുങ്ങല്ലൂർ കാവ്, തിരുമാന്താംകുന്ന് കാവ്. നോക്കൂ, ഞാൻ ക്ഷേത്രം എന്നല്ല പറയണത്, ശ്രദ്ധിക്കണം നിങ്ങൾ. മുത്തൂറ്റുകാവ്, പിഷാരിക്കാവ്, പളയനാട്ടുകാവ്, ഈ കാവുകളിലൊക്കെ ഇരിക്കുന്ന ക്രമകാളി സമ്പ്രദായത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്ന 13 പ്രധാന കാവുകളും, സാമൂതിരിപ്പാടിൻ്റെ 18 കാവുകളും, തൃശ്ശൂർ ജില്ലയിലെ 18 കാവുകളും, അതുകൂടാണ്ട് കേരളത്തിൻ്റെ ബാക്കിയുള്ള സകല ഭാഗങ്ങളിലും കിടക്കണ ആറ്റുകാൽ കാവ്, ആറ്റുകാൽ ഭഗവതി, അതേമാതിരി മലയാളപ്പുഴ കാവ്, മണ്ണടിക്കാവ്, മണ്ണന്തലക്കാവ്, അങ്ങനെ അനവധി കാവുകൾ. നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ കിടക്കുന്ന ചിറ്റൂരുക്കാവ്, ചേറമ്പറ്റക്കാവ് തുടങ്ങിയിട്ടുള്ള ദേവതകൾ, ഇവരെയൊക്കെ നാളെ നമ്മളൊന്ന് സ്മരിച്ചു പോകും. അപ്പം നാളെ നമ്മൾ കാളിയുടെ ക്ഷേത്രങ്ങളിൽ കൂടെ ഒരു തീർത്ഥാടനം നടത്തും. എല്ലാ അമ്പലത്തിലും പോയ എഫക്റ്റ് കിട്ടും. അത് കഴിയുമ്പോഴേക്കും അത് ഉറപ്പാണ്. മറ്റന്നാ കുറച്ച് നെഞ്ചത്തടിച്ച് നിലവിളിയാണ്. അന്ന് കുറച്ച് ഓര വീഴും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പ്രദായങ്ങളൊക്കെ നഷ്ടപ്പെടും. അത് ഞാൻ വഴിയെ പറയാം. കാരണം അമ്മയുടെ സവിധ ആയതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ സൗമ്യത ഉണ്ടാവണമെന്നില്ല. ആദ്യമേ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് നമുക്ക് ചെല്ലാം. നോക്കൂ, ഈ തന്ത്രശാസ്ത്രം അനുശാസിക്കുന്ന തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഈ മരവും ഓടും കല്ലും ചെമ്പും പങ്ങളോ ഫാഷൻ, ചെമ്പോല പതിക്കുക, കോൺക്രീറ്റ് അടിക്കുക, ഇതൊക്കെയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിതികളാണ്, മുഴുവൻ നിർമ്മിതികളാണ്. എത്രത്തോളം പ്രകൃതിയിൽ നിന്ന് ദൂരേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ദൂരേക്ക് കൊണ്ടുപോയി കൊണ്ടുള്ള നിർമ്മിതികളാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ സനാതനധർമ്മത്തിനെ അനുസരിച്ച് പോരുന്ന അല്ലെങ്കിൽ അനുഷ്ഠിച്ചു പോരുന്ന നമ്മൾക്കറിയാത്തൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു കാവായിരുന്ന കാലത്ത് ഒരു സന്ധ്യ കഴിഞ്ഞ നേരത്ത് നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇവിടെ മുഴുവൻ വൃക്ഷങ്ങളായിരിക്കും, ചെടികളായിരിക്കും, അല്ലേ? ഇഴജന്തുക്കൾ ഇറങ്ങണ സമയമാണ്. അല്ലെ 4 മണി കഴിഞ്ഞാൽ സർപ്പക്കാവിൻ്റെ അടുത്ത് പോയിട്ട് തൊഴരുതെന്ന് പറയണത്. നമുക്ക് നേരം വൈകി അപ്പോഴേ സമയമുള്ളൂ എന്നുള്ളത് ശരി, പക്ഷെ അവർ പുറത്തിറങ്ങണ നേരാ, അവർ ഭയക്കും. അതുകൊണ്ട് സർപ്പങ്ങളെ ദൂരെ നിന്നേ തൊഴാവൂ. അതുകൊണ്ട് രാവിലെ വന്ന് തൊഴുക, അടുത്ത് പോയി തൊഴാം.
വൈകുന്നേരങ്ങളിൽ അടുത്തു പോയിട്ട് തൊഴരുത്. അവരുടെ സമയമാണ്. അസ്തമനം തൊട്ട് അവർക്ക് വിഹരിക്കാനുള്ള സമയമാണ് രാത്രി ഏകദേശം 9-10 മണി വരെയുള്ള ഭദ്രകാളി യാമമൊക്കെ തുടങ്ങുന്ന സമയം വരെയുള്ള രാത്രിയുടെ ആദ്യത്തെ 2 യാമങ്ങൾ വൈകുന്നേരം 6 തൊട്ട് 9 മണി വരെ, 9 തൊട്ട് 12 മണി വരെ. ഇങ്ങനെ പ്രകൃതിയോടൊരു പാരസ്പര്യം വെച്ച് അന്യോന്യം സ്നേഹിച്ചിട്ട് നിന്നൊരു കാലഘട്ടം. സർപ്പത്തിന് കളം എഴുതുമ്പോൾ പോലും അതിൽ വാഗപ്പൊടി പച്ചപ്പൊടിക്കായിട്ട് ഉപയോഗിക്കില്ല. അമ്മയുടെ കളം വരയ്ക്കുമ്പോൾ നമ്മൾ പച്ചപ്പൊടി ഉപയോഗിക്കുക. അമ്മയുടെ കളത്തിൽ അമ്മയുടെ ദേഹം വരയ്ക്കണത് പച്ച കളറാണ്, കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് വാഗയുടെ പൊടിയാണ്. പക്ഷെ സർപ്പത്തിന് വരയ്ക്കുമ്പോൾ പച്ച കളറിന് അത് ഉപയോഗിക്കില്ല. എന്താ കാരണം അറിയും? വാഗ വിഷഹാരിയാണ്. കാരണവന്മാർ നിശ്ചയിച്ചിരിക്കുക, പാപം പാമ്പ്, അതിന് വിഷം ഇരിക്കട്ടെ, അത് അമ്മ കൊടുത്തതല്ലേ, പ്രകൃതി കൊടുത്തതല്ലേ, നമ്മളായിട്ട് എന്തിനാ അതിൻ്റെ വിഷം എടുക്കണത്? അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് വാഗ ഉപയോഗിക്കില്ല. ഇത്ര സ്നേഹമായിരുന്നു. അല്ലാണ്ട് നമ്മളെ പോലെ കണ്ടുടനെ വടിയെടുത്ത് തല്ലിക്കൊല്ലല്ല. അപ്പോൾ ആഗമികമായിട്ടുള്ള ശാസ്ത്രങ്ങൾ വരുന്നതിന് മുമ്പ് അതേമാതിരി തന്നെ ഈ കരിങ്കല്ലും ഈ ചെമ്പും ഈ സ്വർണവും ഒക്കെ കൊണ്ട് പൊതിഞ്ഞ് ഭഗവാനെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിലെ മമ്മി പോലെ ആക്കണതിന് മുമ്പ്, അതും ഈ സ്കന്ദപുരാണത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാന്റെ സ്വർണം പോയപ്പോഴാണ് നമുക്കൊക്കെ ഭയങ്കര ദണ്ണം വന്നത്. കാരണം നമ്മുടെയൊക്കെ കണ്ണ് സ്വർണത്തിലാണ്. ആ ഭഗവാന്റെ ചൈതന്യം കാലങ്ങളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല, അവിടുത്തെ കയ്യിലിരിപ്പുകൾ കാരണം. അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലും ചൈതന്യലോപം വരുന്നത് ആരും നോക്കാറില്ല, ആർക്കും അത് അറിയുകയും വേണ്ട. എല്ലാവരും ഒരു കണ്ണടച്ചൊരു വിശ്വാസത്തിലാണ്. പക്ഷെ കണ്ണ് തുറപ്പിക്കണവള് കണ്ണോട്ടുകാവിലെ ഭഗവതി. ആ സങ്കല്പത്തിൽ തന്നെ അതുണ്ട്. അത് 3-ാം ദിവസം പറയാം. കണ്ണ് തുറപ്പിക്കണ സ്ഥലത്ത് കണ്ണ് തുറപ്പിക്കണ കാര്യങ്ങൾ വേണം പറയാൻ. അവള് വാളെടുത്തിട്ടായിരിക്കണത് കയ്യിൽ. സകല മിഥ്യാധാരണകളെയും വെട്ടിയെരിയുന്നതാണ് കാളിയുടെ നാന്തകം എന്ന് പറയുന്നത്. അവളുടെ ഉത്ഭവം എന്നായിരുന്നു എന്ന് ആർക്കും അറിയില്ല. അവളെ എന്ന് തൊട്ട് നമ്മൾ ആരാധിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല. മന്ത്രഗ്രന്ഥങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പേ അവൾ അവിടെയുണ്ട്. മന്ത്രങ്ങൾ ഉണ്ടാവണതിന് മുമ്പേ അമ്മയുണ്ട് ഇവിടെ. മന്ത്രം കൊണ്ടല്ല ദേവതകൾ ഉണ്ടായത്, അവർ ഓൾറെഡി ഇവിടെയുണ്ട്. അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളുടെ ഇടയിൽ മനുഷ്യൻ എപ്പോഴോ കിട്ടിയതാണ് ഓരോ ദേവതയുടെയും മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആഗമിക ശാസ്ത്രങ്ങൾക്കൊക്കെ മുന്നേ അതേപോലെ തന്നെ കരിങ്കല്ല്, ചെമ്പ്, സ്വർണം, അതുപോലെ മന്ത്രങ്ങൾ, ഗ്രന്ഥങ്ങൾ, ആചാരങ്ങൾ, അങ്ങോട്ട് കടക്കരുത്, ഇങ്ങോട്ട് കടക്കരുത്, ഇവിടെ തൊടരുത്, അവിടെ തൊടരുത് എന്നൊക്കെ പറയുന്ന കാലങ്ങൾക്ക് മുന്നേ ഈ കാവുകൾ ഉണ്ടായിരുന്നു. അവിടുന്നാണ് നമ്മൾ നമ്മുടെ പെറ്റമ്മയുടെ മടിയിൽ കയറിയിട്ട് ഇരുന്നിരുന്നത്. അന്ന് നമ്മുടെ അമ്മയുടെ ഇടയിൽ ഇടനിലക്കാരില്ലായിരുന്നു. നമ്മൾ കഴിക്കണതാണ് അമ്മയ്ക്ക് കൊടുത്തിരുന്നത്. അമ്മ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പരശതം കോടി ഭക്ഷണ വസ്തുക്കൾ, അല്ലെ, ശാകംഭരീതി വിഖ്യാതം തന്മേനാവ ഭവിഷ്യതി എന്ന് ദേവിമാറ്റത്തിൽ പറയുന്നുണ്ട്. ഞാൻ പച്ചക്കറികൾ സംഭരിച്ചു വയ്ക്കുന്നവർ, അല്ലേ? ആ പരാശക്തി നമ്മുടെയൊക്കെ പെറ്റ അമ്മ നമ്മൾ ഏതവസ്ഥയിലാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു അമ്മയുണ്ട് പാലക്കാട്, 20,000 പറ പാട്ടം, വാളയാറ് തൊട്ടിട്ട് കല്ലടിക്കോട് വരെ 2000 ഹെക്ടർ വനം സ്വന്തമായിട്ടിരുന്ന ഇങ്ങനെ ഇരുന്ന ഒരമ്മ ഇന്ന് ഇങ്ങനെയായി. നമ്മുടെ കയ്യിലിരിപ്പാ. ഇന്ന് നമ്മുടെ ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലം തിരുവാലത്തൂർ ഭഗവതിയാണ്. എത്ര പേർക്കറിയാം? നമ്മളൊക്കെ ആദ്യം പാലക്കാട്ട് നിന്ന് ബസ് കയറി പോയിരുന്ന 1ാമത്തെ സ്റ്റാൻഡ് ഇന്നും തിരുവാലത്തൂർ നമ്മുടെ പേരിലാണ്. ആരാ അത് ബസ് സ്റ്റാൻഡ് ആക്കാൻ കൊടുത്തത്? ആരാ കൊടുത്ത്? അന്വേഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പാലക്കാട്ടുകാരൻ അന്വേഷിച്ചിട്ടുണ്ടോ? അത് അമ്മയുടെ സ്ഥല, ആ അമ്മമാരുടെ സ്ഥല. ഇന്നലെ ഭാഗ്യവശാൽ എനിക്ക് അവിടെ കുറേ വർഷത്തിന് ശേഷം പോകാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, ഓരോ ക്ഷേത്രങ്ങൾക്കും ഇതുമാതിരി എത്രമാത്രം സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവും, സ്ഥലങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവും, സ്വത്തുണ്ടായിരുന്നുണ്ടാവും. ഇതിലൊക്കെ ഉപരി നമ്മൾ ഓരോരുത്തർക്കും കടന്നു ചെല്ലാവുന്ന, നമ്മുടെ കൈകൊണ്ടൊരു വിളക്ക് വയ്ക്കാവുന്ന, നമ്മുടെ കൈകൊണ്ട് ഒരു പിടി പൂവിടാവുന്ന, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടിട്ട് കുറച്ച് അമ്മയ്ക്കും കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നടന്നു പോകാൻ സാധിക്കുമായിരുന്ന ഇടങ്ങൾ നമുക്കുണ്ടായിരുന്നു. നോക്കൂ, നമ്മുടെ പാലക്കാട് ഭാഗത്ത് പ്രത്യേകിച്ച് സാമൂതിരിയുടെ ഭരണപ്രദേശങ്ങളിലൊക്കെ തറവാടുകളിൽ, അത് കൂടുതൽ
നായർ സമ്പ്രദായമുള്ള തറവാടുകളിലാണ്, എന്നാൽ മറ്റ് വിഭാഗങ്ങളിലും ഉണ്ട്. ഭുവനേശ്വരി എന്ന് പറയും. മച്ചിലെ ഭഗവതിയായിട്ട് ഭുവനേശ്വരിയെ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വിധാനമുണ്ട്. ഇപ്പം പത്തിരിപ്പാല ഭാഗത്തൊക്കെ ഉള്ള ഇത് പൂജ ശാക്തേയം കഴിക്കാൻ അറിയുന്നവർ. ഇന്നിപ്പോൾ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിലും സ്വന്തം തറവാട്ടിലുള്ളവൻ പോലും മച്ചിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പൂജ കഴിക്കില്ല, പുറത്തുനിന്ന് ആളെ കൊണ്ടുവരും. അയമ്മയ്ക്ക് മന്ത്രവും ഇതൊന്നും വേണ്ട. അയമ്മയ്ക്ക് ആ കുടുംബത്ത് ജനിച്ചവൻ ഒരു പിടി പൂട്ടാ മതി. നമ്മുടെ പെറ്റമ്മ നമ്മൾ പോയിട്ട് അതിനെന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നല്ലേ ആഗ്രഹിക്കുക, അല്ലാണ്ട് അടുത്ത വീട്ടിലുള്ളവൻ നോക്കിക്കോളും പറഞ്ഞിട്ട് നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ടല്ലോ. ഇതേ സംസ്കാരമാണ് നമ്മൾ നമ്മുടെ ഭഗവതിമാരോടും കാണിച്ചത്. അപ്പൊ ആ വിധാനമാണ് പറഞ്ഞത്. ആ വിധാനത്തിന്റെ വളരെ പഴയൊരു ഗ്രന്ഥം കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് എൻ്റെ കയ്യിൽ വന്നു. ഗ്രന്ഥമായിട്ട് അത് എവിടെ എഴുതി വെക്കപ്പെടാത്തതാണ് നമ്മുടെ തറവാടുകളിൽ ഈ ഭുവനേശ്വരിയുടെ വിധാനം. കാരണം ഒരു പീഠം വെച്ച് വരിക്കപ്ലാവിൻ്റെ പീഠമായിരിക്കും. ആ വരിക്കപ്ലാവിൻ്റെ പീഠത്തിൽ ആവശ്യത്തിനനുസരിച്ച് രക്തചന്ദ്രൻ കൊണ്ട് ചക്രം വരച്ച് അതിലാണ് ഈ എന്താ പറയുക പൂജ ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ, കൊല്ലത്തിലൊരിക്കലേ വേണ്ടൂ. എല്ലാ ദിവസവും ചോദിച്ചിട്ടില്ല. അമ്മയ്ക്കറിയാം മക്കൾക്ക് നിന്ന് തിരിയാൻ നേരമില്ലാത്ത വിധം ജീവിതം പിടിച്ച് തകർക്കണമെന്ന്. കൊല്ലത്തിൽ ഒരു തവണയാണ് ആകെ ഭക്ഷണം ചോദിച്ചിട്ടുള്ളത്. അത് ചെയ്യണ ആ സമയത്ത് ഈ ആവാഹനത്തിൻ്റെ മന്ത്രമുണ്ട്. എന്താ ആവാഹനത്തിൻ്റെ മന്ത്രം എഴുതിയിരിക്കണറിയോ? ഒരു പിടി തെച്ചിപ്പൂ എടുത്തിട്ട് നെഞ്ചിനോട് ചേർത്തിട്ട് എൻ്റെ അമ്മയെ എൻ്റെ തള്ളേന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇട്ടാൽ മതി, അവളവിടെ വന്നു എന്നാണ്. വേറെ ഒന്നും വേണ്ട. അതിനെന്ത് സംസ്കൃതം അറിയണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ വിളിച്ചാ വെളിപ്പുറത്ത് വരണ പെറ്റ അമ്മയാണ് നമ്മൾ ഒരു കൂട്ടിൻ്റെ ഉള്ളിലിട്ട് അടച്ച് കൊല്ലത്തിലൊരിക്കൽ മാത്രം പുറത്തേക്ക് ഗ്രാമം കാണാൻ ഇറക്കി പുറത്തിറക്കാൻ പറ്റാത്ത വിധം. ഞാൻ ഇവിടുത്തെ ഇതായിട്ട് പറയല്ല, അങ്ങനെ ആരും മനസ്സ് വിചാരിക്കരുത്. ഞാൻ പൊതുവായിട്ട് പറയണ്, ഒരു കൊടിമരം വെച്ച് അതിർത്തി നിശ്ചയിച്ച് നീ ഇതിൻ്റെ പുറത്ത് കടക്കരുത് എന്ന് പറഞ്ഞാക്കി വെക്കണത്. എന്തിനാ കൊടിമരം വെക്കണത്? ഈ ചൈതന്യം ഇവിടുന്ന് വിട്ടുപോകാതിരിക്കാനോ? എന്തിന്? പണ്ട് ഗ്രാമങ്ങളിൽ ദേശങ്ങളിൽ അമ്മ ഇറങ്ങി വരും, ഓരോ കുടുംബത്തും വന്ന് നോക്കും, എൻ്റെ കുട്ടികൾ സുഖമായിട്ടിരിക്കണ്ടോ സുഖമായിട്ടിരിക്കണ്ടോ സുഖമായിട്ടിരിക്കണോ എന്ന്. ഇന്ന് അവൾക്ക് അവിടെ ഇരുന്നിട്ട് ഉള്ളിലിരുന്നിട്ട് തേങ്ങാനേ പറ്റുള്ളൂ, പുറത്ത് കിടക്കാൻ പറ്റില്ല. കാരണം മന്ത്രം കൊണ്ട് അടച്ചിരിക്കുകയാണ്. അവളെ ശീവേലിക്ക് പുറത്തിറക്കുമ്പോഴേ അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മക്കളാണെങ്കിൽ അടുത്തുള്ളവരാണെങ്കിൽ വന്ന് കാണുക അതിനെ. പാവം, അതിന് നിങ്ങളെ വന്ന് കാണാൻ സൗകര്യമില്ല. ഇത് മനസ്സിലാക്കുക. അതിൻ്റെ ഉള്ളിലുള്ള വിഷമമാണ്. ഞാൻ അമ്മയെക്കുറിച്ച് ഏത് ക്ഷേത്രത്തിൽ പറയുമ്പോഴും എനിക്കതിനുള്ളിൽ വിങ്ങാറുണ്ട്. ഞാൻ തറവാട് ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഇപ്പോൾ ശാക്തേയ തത്വം അല്ലെങ്കിൽ ഭുവനേശ്വരിയുടെ പൂജ, അതിൽ ഈ പുത്തൂരമ്പലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കാളി തത്വം, കാളിയുടെ എന്താ പറയുക ഭാവങ്ങൾ. അതുപോലെ ആദ്യാകാളീസ്തവം പാലക്കാട്ട് തന്നെയുള്ള ഒരു വീട്ടിലുള്ളൊരു ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത്, അതേമാതിരി മണപ്പുള്ളിക്കാവിൽ കാളിയുടെ ആരാധന. ഇതൊക്കെ പറയുന്ന സമയത്ത് സങ്കടം പറയാനേ നേരമുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത്രയും നന്ദികേട് വേറൊരു ദേവതയോടും കാണിച്ചിട്ടില്ല. ഈ പെറ്റമ്മയോട് നമ്മൾ ചെയ്തിട്ടുള്ള പോലുള്ള ദ്രോഹം നമ്മൾ കാണിച്ചിട്ടില്ല. നമ്മൾ അവളെ സ്വർണ്ണക്കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുന്നു. അവൾക്ക് സന്തോഷമാണോ എന്ന് നമ്മൾ ചോദിക്കണില്ല. നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾക്കാണ് അവളെ കൊണ്ടു നടക്കുന്നത് എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ മുമ്പുണ്ടായിരുന്നത് ഈ തോട്ടങ്ങളാണ്, ഈ പറമ്പുകളാണ്, ഈ കാവുകളാണ്. അവിടെ വള്ളിച്ചെടികളും പക്ഷികളും മരങ്ങളും പുഴുക്കളും ഞാഞ്ഞൂളുകളും എല്ലാം, അതേപോലെ തന്നെ പരുന്തുകൾ, കഴുകന്മാർ, കാക്കകൾ, കുയിലുകൾ, കൊറ്റികൾ, എന്തൊക്കെ തരം പക്ഷികൾ വന്നിരിക്കാവോ അതൊക്കെ. അതിനോട് ചേർന്നുള്ള കുളങ്ങൾ, മറ്റ് ജലാശയങ്ങൾ, നീർച്ചാലുകൾ. കയറിച്ചെന്ന് മിണ്ടാതിരുന്നാൽ തന്നെ ഇന്ന് പറയണ ഒരു സ്ട്രെസ്സും ഇല്ലാണ്ടാവുന്ന സ്ഥലങ്ങൾ. അവിടെ ഒരു കല്ലായിട്ടോ ഒരു മരമായിട്ടോ ഇത് ഒന്നുമില്ലെങ്കിൽ ഒരു രൂപമില്ലാത്തൊരു തറ മാത്രമായിട്ടോ അനന്തവിശാലമായിട്ടുള്ള പ്രപഞ്ചത്തിനെ മുഴുവൻ ആ തറയുടെ മുകളിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് യഥാർത്ഥ അദ്വൈതം പഠിപ്പിച്ചുകൊണ്ട് ഒരു രൂപത്തിൽ മാത്രമാണ് ഞാൻ ഇരിക്കണേ എന്ന് നമ്മുടെ തലയിൽ അടിച്ചു കയറ്റാണ്ട് ആ അമ്മ ഇരുന്നത് നമുക്ക് സഹിച്ചില്ല. അവൾ അവിടെയും ജീവിച്ചു, നമ്മുടെ ഹൃദയങ്ങളിലും ജീവിച്ചു, നമ്മുടെ വീടുകളിൽ വന്നു, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്നു. നമ്മുടെ ശരീരങ്ങളായിട്ടും ഇരുന്നു ആ പരാശക്തി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മുടെ ശരീരങ്ങളും അമ്മ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പരദേവതകളെ ഒഴിപ്പിക്കാൻ പറ്റാത്തത്.
കുലത്തിലെ വീട്ടിലെ മച്ചിലിരിക്കുന്ന ഭഗവതിയെ ജന്മം പോയി ഒഴിപ്പിക്കാൻ പറ്റില്ല, സർപ്പത്തിന് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ അംശം ഇരിക്കണം നമ്മുടെ ശരീരത്തിലും ജനിതകത്തിലും. എൻ്റെ കുലദേവത എന്ന് പറഞ്ഞിട്ടൊരു പ്രഭാഷണമുണ്ട്, അത് ഞാൻ പണ്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം കുറേ കുലദേവതാ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടു കേരളത്തിൽ. അതൊക്കെ എൻ്റെ ഒരു ജന്മസാഫല്യമാണ്. എത്രയോ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടു, കുടുംബങ്ങളിൽ സമിതികളുണ്ടായി. ഗുരുവായൂരും പല ക്ഷേത്രങ്ങളും വെച്ച് കാണുമ്പോൾ പലരും ഓടി വന്നിട്ട് പറയും, പാഴടഞ്ഞ് കിടക്കുകയായിരുന്നു, തിരിയില്ലാണ്ട് കിടക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ച് ചേർന്ന് എല്ലാവരും തമ്മിത്തല്ലൊക്കെ വിട്ട് ആ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിച്ചു. ഇതിൽ കവിഞ്ഞിട്ട് വേറൊന്നും ഈ ജന്മത്തിൽ എനിക്ക് സന്തോഷം വരാനില്ല. കാരണം ആ അമ്മമാർക്ക് ഒരു നേരത്തെ വിളക്ക് പോലും കൊടുക്കാൻ അതെങ്കിലും സാധിച്ചു എന്നുള്ളത്. കാരണം അഗ്നി, ഒരു തിരി വെക്കുന്നത് നേദ്യമാണ്. ഈശ്വരൻ അഗ്നിയും നേദ്യമാണ്. അതുകൊണ്ടാണ് കഴുകി തുടച്ച് വൃത്തിയാക്കിയ വിളക്കിൽ വിളക്ക് വെക്കണം എന്ന് പറഞ്ഞത്. നമ്മളാരും എച്ച് പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കില്ലല്ലോ, വേറൊരാളുടെ എച്ച് പ്ലേറ്റിലോ നമ്മുടെ തന്നെ തലേ ദിവസത്തെ എച്ച് പ്ലേറ്റിലോ കഴിക്കില്ലല്ലോ. കരി കളഞ്ഞ് വൃത്തിയായിട്ട് തുടച്ച് അത്രയും എണ്ണ എടുത്താൽ മതി, എണ്ണ വേസ്റ്റ് ആക്കണ്ട. ചെറിയ തിരി മതി, വലിയ തിരിയുടെ ആർഭാടത്തിനൊന്നും പോണ്ട. പക്ഷെ അത് കൊടുക്കുക എന്നുള്ളത്, അങ്ങനെയുള്ള കാവുകളിൽ അവൾ ഇരുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ തോട്ടങ്ങളിൽ, പറമ്പുകളിൽ, ആ തോട്ടങ്ങൾക്കും പറമ്പുകൾക്കും പ്രാചീനരായിട്ടുള്ളവർ കൊടുത്ത പേരാണ് കാവ്. പണ്ട് നമ്മുടെ പാലക്കാട് ഭാഗത്തും വള്ളുവനാട് ഭാഗത്തൊക്കെ സ്ത്രീകൾക്ക് കുഞ്ഞിക്കാവ് എന്നൊക്കെ പേരിടും. കുഞ്ഞിക്കാവ് തമ്പുരാൻ തന്നെ ഉണ്ടായിരുന്നു, ഗുരുവായൂരപ്പൻ്റെ മഹാഭക്തനായിരുന്നു കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ. അപ്പോൾ പുരുഷന്മാർക്കും ആ പേരുണ്ട്, ഓമനപ്പേരായിട്ടും വിളിക്കും. കാവിന് വിശേഷമായിട്ട് പല അർത്ഥങ്ങളുണ്ട്. അതിപ്രാചീനമായിട്ടുള്ള പ്രോട്ടോദ്രവീഡിയൻ വാക്കാണത്, തമിഴ് പോലുമല്ല, തമിഴിൻ്റെ അമ്മ. പ്രസവിക്കാൻ കിടക്കുന്ന ഒരു സ്ത്രീയാണ് വാസ്തവത്തിൽ കാവ് എന്നുള്ള ഒറിജിനൽ നാമം. ഫെർട്ടിലിറ്റി. ഒരു സ്ത്രീ പ്രസവിക്കാൻ കിടക്കുകയാണ്, വേറ്റുനോവ് അനുഭവിച്ചിട്ട്. മാസാനിയമ്മയുടെ കാവ് അതുകൊണ്ടാണ്. ശരിക്കും മാസാനിയമ്മ കാവാ. മാസാനിയമ്മ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയാണ്, തമിഴ്നാട്ടിലാണെന്നേ ഉള്ളൂ. പിന്നെ കാവിൻ്റെ അർത്ഥം കാവൽ നിൽക്കുന്നത്, കാത്തു രക്ഷിക്കുന്നത് കാവൽ. ഈ കാവുകൾ തന്നെ പലർക്കുണ്ട്, പല ദേവതകൾക്കുണ്ട്. അതൊക്കെ ക്രമത്തിൽ വന്നിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനം കാളിക്കാണ്, 2 സർപ്പങ്ങൾക്കാണ്, 3 വേട്ടക്കാരനാണ്, അയ്യപ്പന് കാവാണ്. അയ്യപ്പന് ക്ഷേത്രമല്ല, അയ്യപ്പന് ക്ഷേത്രം പറഞ്ഞിട്ടില്ല, അയ്യപ്പന് കാവാണ്. ഹനുമാന് കാവാണ്, ചാത്തന് കാവാണ്, ഘണ്ടാകർണന് കാവാണ്, യക്ഷിക്ക് കാവാണ്. ഇവർക്കൊക്കെ കാവാണ്. ഗന്ധർവൻ കാവാണ്, ഗരുഡന് കാവാണ്. കൃഷ്ണന് മാത്രം കാവല്ലാത്തത്, ശിവന് പോലും കാവുണ്ട്. ഇനി വികാരങ്ങളുടെ പേരിൽ ഇവരെ കാവുണ്ട്. ദേവിയുടെ സങ്കല്പത്തിൽ നിങ്ങളൊക്കെ പണ്ട് നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് ബൈപ്പാസ് വഴി സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർക്ക് പാലാഴി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കോഴിക്കോട്. ഇപ്പോഴത്തെ നമ്മുടെ ഹൈലൈറ്റ് സിറ്റി മോളൊക്കെ വരുന്നതിൻ്റെ അടുത്ത്. അവിടെ റോഡ് സൈഡിൽ ഇന്നും ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ, മാപ്പിട്ട് നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ആ ബോർഡ് കാണാം, ഭയങ്കാവ് എന്നാണ് അതിൻ്റെ പേര്. ഭദ്രകാളിയാണ്, കാവിൻ്റെ പേര് ഭയങ്കാവ് എന്നാണ്. മനോഹരമായിട്ടുള്ളൊരു പരിസരമാണ്. പറമ്പും നല്ല ചുവന്ന പെയിൻ്റ് അടിച്ചിട്ടുള്ള വാതിലുകളും ചുണ്ണാമ്പടിച്ചിട്ടുള്ള ചുമരുകളും ഒക്കെ ആയിട്ട് ആ പഴയ രീതിയിലുള്ള മലബാറിലെ, വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കാവ്. വടക്കേ മലബാർ പറയുമ്പോഴാണ് ഇന്നും അമ്മ കുറച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന പ്രദേശം വടക്കേ മലബാറാണ്. കാരണം അവിടെയുള്ള ജനത അമ്മയുടെ സ്വത്വം മറന്നിട്ടില്ല. തെയ്യമായും കാവായിട്ടും ഒക്കെ പാട്ടായിട്ടും ഒക്കെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അത് വടക്കേ മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ, കോഴിക്കോടിൻ്റെ തന്നെ വടക്ക് വശത്തേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ, വടകര കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ശക്തി എന്താണ്, അവളെ എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് ഇന്നുള്ളവർക്ക് കണ്ടുപഠിക്കണമെങ്കിൽ വടക്കോട്ട് പോയാൽ മതി. അത് കണ്ടെന്നെ പഠിക്കണം. അമ്മയെക്കുറിച്ച് നാളെ കാവുകൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട കാവുകളൊക്കെ നാളെ വരും. ആ മാമാനിക്കുന്ന് കാവിൽ, അല്ലെങ്കിൽ കളരിവാതുക്കൽ കാവിൽ, അതുപോലെ തന്നെ മാടായിക്കാവിൽ. മാടായിൽ അമ്മ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കഥാപാത്രമാണ്. ആ അമ്മയെ എന്താ പറയുക, കൊടുങ്ങല്ലൂര് ഭഗവതി കഴിഞ്ഞാൽ കേരളത്തിലെ 2ാമത്തെ കാളിയുടെ കാവാത്. കൊടുങ്ങല്ലൂർ കാവാണ് 1ാം കാവ്, 2ാം കാവ് മാടായി കാവാണ്.
ബാക്കിയുള്ള സകല കാവുകളും അവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോകപ്പെട്ടതാണ്. തിരുമാന്താങ്കുന്ന് പോലും പിന്നെയാണ് വരുന്നത് ക്രമത്തിൽ. അതൊക്കെ നാളെ ചുരുക്കി പറ്റുന്ന വേഗതയിൽ നമുക്ക് കവർ ചെയ്ത് പോവാം. കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം, അതൊരു കെട്ടിടമല്ല. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നിനും കാവാകാൻ സാധിക്കില്ല. അത് ഒരു സാന്നിധ്യമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ പറയില്ല, ഒരു മുറിയിൽ നമ്മൾ പെട്ടെന്ന് കയറുമ്പോൾ വേറെ ആരോ നിൽക്കുന്നുണ്ട് നമുക്ക് തോന്നിയാൽ പറയും എന്തോ ഒരു സാന്നിധ്യം എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ എന്നും അമ്മയെ തൊഴാൻ വരുന്നവർക്ക് ചിലവർക്കെങ്കിലും അത് അറിയുണ്ടാവും. ചില ദിവസം നിങ്ങൾക്ക് അമ്മ അവിടെ ഉണ്ട് തോന്നും, ചില ദിവസം തോന്നും 36 അവിടെ പുറത്തു പോയിട്ടുണ്ട്. അമ്മയ്ക്കും പോകണല്ലോ ടൗണിലൊക്കെ. അങ്ങനെ ഒരു തോന്നൽ വരും നമുക്ക്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അമ്മ എവിടെയും പോകുന്നില്ല, അമ്മ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണം. വേദന നമുക്ക് അധികരിച്ച് നിൽക്കുമ്പോൾ, ശരീരത്തിലും മനസ്സിലും വേദന അധികരിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഈശ്വരനെ നമുക്ക് പല രൂപത്തിലും കണ്ടതായിട്ടും അനുഭവിക്കണമായിട്ടും തോന്നും. അത് നമ്മുടെ കണ്ണീരിൻ്റെ ശക്തിയാണ്. കാരണം മനസ്സാ സമയത്ത് വീക്കായിരിക്കും, ശരീരം വീക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സെൻസിറ്റീവായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ വേദനയുള്ളപ്പോൾ ഈശ്വരൻ്റെ സാന്നിധ്യം കൂടുതൽ അറിയണത്. നേരെ മറിച്ച് നമ്മൾ സുഖമായിട്ടിരിക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് സുഖമായിരിക്കുമ്പോൾ നമ്മൾ പറയും പണ്ടത്തെ മാതിരിയൊന്നും എനിക്ക് അങ്ങോട്ട് കിട്ടണില്ല, എനിക്ക് അങ്ങോട്ട് ഫീല് വരുന്നില്ല എന്ന് പറയും. അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും ഇപ്പം നോർമൽ അവസ്ഥയിലുള്ള നോർമൽ അവസ്ഥയിലുള്ളപ്പോൾ കൂടെയുള്ള ഭഗവാനെ നിങ്ങൾക്ക് അറിയണില്ല എന്നേ ഉള്ളൂ. മറ്റേത് നമ്മൾ അറിയും. ശരീരത്തിലൊരു വേദന ഉണ്ടെങ്കിൽ, ഒരു മുറിവുണ്ടെങ്കിൽ ചിലവരിങ്ങനെ കൈയൊന്ന് മേലെ കൊണ്ടിരിപ്പിക്കും, നമ്മൾ അയ്യോ 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 പറയും. എന്താ? ആ സെൻസിറ്റിവിറ്റി കാരണമാണ്. നേരെ മറിച്ച് നോർമലായിരിക്കുമ്പോൾ കൈ കൊണ്ടുവന്നാലും നമുക്കത് വിഷയമല്ല. അതിൻ്റെ പ്ലസ് പോസിറ്റീവായിട്ട് ആലോചിച്ചാൽ മതി. സാന്നിധ്യം എപ്പോഴും ഉണ്ട്. അങ്ങനെ പ്രാചീനരായിട്ടുള്ള ആൾക്കാർ നോക്കൂ, അമ്മ എല്ലാ സ്ഥലത്തും സാന്നിധ്യപ്പെട്ടിരിക്കുകയാണ്. യോമേ അന്തപ്രവിശ്യ എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ ഇല്ലാത്ത സ്ഥലങ്ങളില്ല, സകല സ്ഥലത്തും ഭഗവാനുണ്ട്. നോക്കൂ, നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഭാഗവതത്തിൻ്റെ ഫിലോസഫി വെച്ചിട്ട് ഈ പ്രഭാഷണം കേൾക്കരുതേ. അത് വേറെ ഡിപ്പാർട്ട്മെൻ്റാണ്. അത് പറയണ ഗുരുവായൂരപ്പൻ്റെ കഥ പറയണ ശരത് ഹരിദാസനല്ല ഇവിടെ ഇരുന്നിട്ട് ഇത് പറയണത്. ഇത് കേൾക്കുമ്പോൾ ഇത് മാത്രം കലർപ്പില്ലാണ്ട് കേട്ടാലേ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. ഇതൊരു വിശേഷ വിഷയമാണ്. അപ്പൊ ഇവിടെ സാന്നിധ്യം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാവ് നശിപ്പിക്കപ്പെട്ട് അവിടെ ക്ഷേത്രം വന്നു, അത് വന്നു, ഇത് വന്നു, കെട്ടിടങ്ങൾ വന്നു, എന്തു വന്നിട്ടുണ്ടെങ്കിലും ആ പഴയ സാന്നിധ്യം നിങ്ങൾക്ക് തേടാൻ പറ്റും. ആ സാന്നിധ്യം അറിയലാണ് ഏത് കാവിൻ്റെ അകത്തും ചെല്ലുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. ആ സാന്നിധ്യത്തിൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്കൊരു തടസ്സമില്ല. അതിൻ്റെ അടുത്ത് ചെല്ലാം, അതിനെ തൊടാം, അതിനെ മണക്കാം, ഉമ്മ വയ്ക്കാം, കെട്ടിപ്പിടിക്കാം. പെറ്റ അമ്മയാണത് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് അതിനോട് നമ്മൾ നമ്മുടെ സ്വന്തം അമ്മയോട് എങ്ങനെ പെരുമാറണോ അതുപോലെ പെരുമാറും. അതിന് യാതൊരു താന്ത്രിക തടസ്സങ്ങളുമില്ല. അതുകൊണ്ട് കാവുകളിൽ ആദ്യം നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, കാവുകൾ വെറും പറമ്പല്ല. നമ്മൾ അമ്മയുടെ കാഴ്ചപ്പാടിലാണ് പറയണത്. ഇന്നിപ്പോൾ മോഡേൺ സ്റ്റഡീസിൽ ഇപ്പോൾ കുട്ടികൾ റിസർച്ച് ചെയ്യുന്നുണ്ട് കേരളത്തിലെ സർപ്പക്കാവുകളെക്കുറിച്ച്, അതിൻ്റെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച്. അതൊക്കെ വേറെ വിഷയം. നമ്മുടെ ജോലി അതല്ലല്ലോ, നമ്മൾ ആധ്യാത്മിക വിഷയം പറയണം. ആ ആധ്യാത്മിക വിഷയം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാവ് എന്ന് പറഞ്ഞാൽ സാന്നിധ്യമാണ്. ഇത് ഉറപ്പിക്കണം മനസ്സിൽ. ഞാൻ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ഒരു 100 പേർക്ക് വേണ്ടിയിട്ടല്ല, അതിനുവേണ്ടി മാത്രമല്ല. ആ അമ്മ കേൾക്കുന്നുണ്ട്, അമ്മയാണ് പ്രഥമ ശ്രോതാവ്, അമ്മയ്ക്ക് വേണ്ടിയിട്ടത് പറയണത്. അമ്മയുടെ പാർഷദന്മാർ കേൾക്കുന്നുണ്ട്, കോടാനുകോടി ഭൂതഗണങ്ങൾ നിൽക്കുന്നുണ്ടാവും. നമുക്കറിയില്ല ആരൊക്കെ ഉണ്ടാവും. ഒരു ക്ഷേത്രാങ്കണത്തിൽ പറയുമ്പോൾ അത്രയും ശ്രദ്ധിച്ചും അവരുടെ സന്തോഷത്തിനും വേണ്ടി പറയണമെന്നാണ്. മനുഷ്യൻ കേൾക്കണത് വേറെ വിഷയമാണ്. ഇതിനൊക്കെ പുറമെ ഇത് നാളെയും കേൾക്കാനുള്ളൊരു സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പറയാണ്, ഏത് കാവുകളിലും ആ സാന്നിധ്യത്തെ അന്വേഷിക്കുക എന്നുള്ള പ്രധാന പാഠത്തിനെ ഒന്നുകൂടെ പറഞ്ഞു വെച്ചിട്ട്, കാവ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രമല്ല എന്ന് പറഞ്ഞു. ക്ഷേത്രമല്ല കാവ്. ഇന്ന് നമ്മൾ എഴുതുന്ന ഇന്ന കാവ് ക്ഷേത്രം എന്നാണ്. ടോട്ടൽ മിസ്നോവറാണ്. ഒരു കോൺട്രഡിക്ടറി വേർഡാണ് കാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരു കോൺട്രഡിക്ടറി വേർഡാണ്. കാരണം ക്ഷേത്രം ജീവനുള്ള ഒരു ജീവിയല്ല. അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട് എന്ന് സങ്കല്പിച്ച് ആരോപിച്ച് വെക്കൽ മാത്രമാണ്. അത് പ്രതിഷ്ഠിച്ച ആള്,
കൊല്ലം കൊല്ലം സഹസ്രകലശം നടത്തുന്ന ആള്. ആ വ്യക്തി വന്നിട്ട് അവിടെ ഒരു സങ്കല്പം ഉണ്ടാക്കി അതിനെ ഷഡാധാരങ്ങളൊക്കെ കൊടുത്ത് കേരളത്തിലെ സമ്പ്രദായ പ്രകാരം നമ്മുടെ ശരീരത്തിലെ 6 ചക്രങ്ങൾ പോലെ ഒരു ഈ മൂലാധാരം, സ്വാധിഷ്ഠാനം ഇതൊക്കെ ഉണർത്തി സങ്കല്പിച്ച് വെക്കണം. കാവ് അങ്ങനെയല്ല. കാവ് ഒരു ലിവിങ് ഓർഗാനിസമാണ്. അത് ജീവനുള്ള ഒരു വസ്തുവാണ്. കാരണം എന്താ? അതിലെ ജീവൻ മനുഷ്യൻ കൊടുത്തിട്ടുള്ളതല്ല, പ്രകൃതി കൊടുത്തിട്ടുള്ള. ആ ജീവന് ശക്തി കൂടും. അത് എന്നെന്നുള്ളതാണ്. അത് തലമുറകളായിട്ട് പെറ്റി വരിക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളും തലമുറകൾ കടന്നു പോകുന്നത് പോലെ ആ കാവിലുള്ള പുഴുക്കൾക്കും പരദേവത അവളാണ്. അവിടെയുള്ള പക്ഷികൾക്കും പരദേവത അവളാണ്. അവിടെയുള്ള മൃഗങ്ങൾക്കും പരദേവത, ഇഴജന്തുക്കൾക്കും പരദേവത, അവിടെയുള്ള വൃക്ഷങ്ങൾക്കും പരദേവത, സകലതിനും പരദേവത ആ അമ്മയാണ്. അതിലുള്ള ഓരോന്നിലും അവൾ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ മനുഷ്യൻ തിരിവെച്ചോ ഇല്ലയോ അവൾ അവിടെ ഉണ്ട്. അവിടെ സൂര്യവെളിച്ചം അധികം കടന്നു വരില്ല. കാരണം അത്ര നിബിഡമായിരിക്കും ആ സ്ഥലങ്ങൾ. അതിൽ രഹസ്യാത്മകത കൂടും. ഈർപ്പമുണ്ടാവും മണ്ണിൽ. ഈർപ്പമുള്ള അവിടെ ഉർവരത ഉണ്ടാവുന്നതാണ്. ഫെർട്ടിലിറ്റിയാണ് കാണിക്കുന്നത്. സെക്ഷുവാലിറ്റി ഒക്കെ ഒരു ടാബുവായിട്ട് മാറുന്ന 12ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കാവ് സമ്പ്രദായത്തിൽ കാളിയുടെ ആരാധനാക്രമങ്ങൾ മുഴുവൻ മനുഷ്യന്റെ ഉർവരതയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇന്നും അവള് തന്നെയാണ് മനുഷ്യന്റെ പ്രജനനത്തിൻ്റെയും ഉർവരതയുടെയും ദേവത. അവൾ ജീവന്റെ ശക്തിയും പ്രാണശക്തിയാണ്. അതുകൊണ്ട് അവൾക്ക് രക്തത്തെ കൊടുത്തിരുന്നത്. അവൾ തന്നെയാണ് ബ്രഹ്മാനന്ദത്തിന്റെ അവസാന അവസ്ഥ. ശ്രീരാമകൃഷ്ണദേവന്റെ ഒക്കെ കഥ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബ്രഹ്മാനന്ദത്തിന്റെ പരകോടി എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ കാളിയാണ്. കാളിയെ എങ്ങനെ സങ്കല്പിക്കാന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നല്ല മഴക്കാറ് വന്ന് കാറ് ചീറിയടിച്ച് മഴ തുടങ്ങണതിന് മുമ്പ് ഇടിമിന്നലൊക്കെ വന്ന് കറണ്ടൊക്കെ പോയി ജനലും വാതിലൊക്കെ പടപടയെന്നൊക്കെ അടഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ആ സമയത്ത് നമ്മൾ പോയിട്ട് പറയും വേഗം വാതിലും ജനലൊക്കെ അടയ്ക്കും, തോരിയിട്ട തുണികൾ എടുക്കാനോടും, മിന്നുണ്ട് എന്ന് പറയും, പേടിക്കും. ചിലർ മുറി കയറി വാതിലടച്ചൊക്കെ ഇരിക്കും. ഇതുപോലൊരവസ്ഥയാണ് കാളിയുടെ വരവിന്റെ സമയത്ത്. അത് വരുന്നത് അകത്താ, പുറത്തല്ല. പകൽ നേരങ്ങളിൽ അവള് അടങ്ങിക്കിടക്കും. അതിൽ ഓരോ പുഴുക്കളിലും പക്ഷികളിലും മരങ്ങളിലും എല്ലാം. സന്ധ്യ കഴിഞ്ഞാൽ അവൾ ഉണരും. രാത്രി 9 മണി കഴിഞ്ഞാൽ അവൾ പുറത്തേക്ക് ഇറങ്ങും. അതാണ് കാളിയുടെ ഭദ്രകാളി യാമം നമ്മൾ പറയാനുള്ള കാലം തന്നെ. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നതാണ്. കാവുകളെ നമ്മൾ വളർത്തുക ചെയ്യുക. ക്ഷേത്രങ്ങൾക്ക് വളരാൻ സാധിക്കില്ല. ആളും ജനവും വരുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ജീവശക്തി വളരില്ല, ഒരിക്കലും വളരില്ല. അതുകൊണ്ടാണ് നമുക്ക് ക്ഷേത്രത്തിൽ സ്ഥലമുള്ളിടത്തോളം സ്ഥലങ്ങളിൽ വൃക്ഷങ്ങളും പൂച്ചെടികളും ഒക്കെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കണം. പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കണം. പുറത്തുനിന്ന് പൂ മേടിക്കുന്നതിനെക്കാട്ടിലും അകത്തുള്ള പൂക്കൾ ഉണ്ടാക്കി ആ പുഷ്പങ്ങൾ കൊണ്ട് ദേവതയ്ക്ക് അർച്ചന കഴിക്കണം എന്നൊക്കെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള, ഞാൻ ഇവിടെ ഇരുന്ന് ചുമ്മാ പറയല്ല, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിനെയൊക്കെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരു ഗ്രന്ഥത്തിനെയും കെട്ടിപ്പിടിച്ച് കേരളത്തിലെ സകല അമ്പലങ്ങളിലും ടെംപ്ലേറ്റ് പോലുള്ള പൂജകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പിന്നെ പല പ്രഭാഷണങ്ങളും ഞാൻ വിസ്തരിച്ചിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതുകൊണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള വെറും ആർക്കിടെക്ചറൽ സ്ട്രക്ചേഴ്സ് മാത്രമാണ്. മനുഷ്യനെ പോലെ തന്നെ അതുണ്ടാവും, നന്നായിരിക്കും കുറെ കാലം, അത് കഴിഞ്ഞ് നശിച്ചും പോകും. കാവുകൾ ഒരിക്കലും നശിക്കില്ല മനുഷ്യൻ കൈകടത്തിയില്ലെങ്കിൽ. ഇനി മനുഷ്യൻ അവിടുത്തെ ചെടികളും പറമ്പുകളും മുഴുവൻ വെട്ടിക്കളഞ്ഞ് മൃഗങ്ങളെ ഓടിച്ചു കളഞ്ഞാലും പെറ്റ മക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ട് നെഞ്ഞത്തടിച്ച് കരയണ അമ്മയെപ്പോലെ അവൾ അവിടെ തന്നെ ഇരിക്കും. ആ പ്രാക്ക് മുഴുവൻ വാങ്ങിയിട്ടാണ് നമ്മൾ അവളുടെ ശരീരം കുഴിച്ച് അസ്ഥിവാരം കെട്ടി കോൺക്രീറ്റ് കൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ട് കാവുകളെ ക്ഷേത്രങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. കാവുകൾ എപ്പോഴും പ്രകൃത്യാ ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ്. ചില സ്ഥലങ്ങൾ ഇപ്പം നമ്മൾ വീട്ടിൽ മിക്സിയോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ കൊണ്ട് പ്ലഗ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയും സാധാരണ പ്ലഗ് കുത്തരുത്, പവർ പ്ലഗ് കുത്തണം, ഇല്ലെങ്കിൽ അടിച്ചു പോവും എന്ന് പറയും. അതുമാതിരി പവർ പ്ലഗുകൾ പ്രകൃതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യനുണ്ടാക്കുന്ന പവർ പ്ലഗുകളാണ് മഹാക്ഷേത്രങ്ങൾ. അതിൽ തന്നെ ദേവപ്രതിഷ്ഠിതങ്ങൾ, ഋഷിപ്രതിഷ്ഠിതങ്ങൾ, സ്വയംഭൂവായിട്ടുള്ളത് ഹെവി പവർ പ്ലഗുകൾ, 12 ജ്യോതിർലിംഗങ്ങൾ, സ്വയംഭൂവായിട്ടുള്ള ഭഗവാന്മാർ, അപൗരുഷയ വിഗ്രഹങ്ങൾ, ഗുരുവായൂർ പോലുള്ളത്, മനുഷ്യനുണ്ടാക്കാത്തത്.
അങ്ങനത്തെ ഒക്കെയുള്ള സ്ഥലങ്ങൾ. പക്ഷേ അതിനുമൊക്കെ മുമ്പ് ഈ അമ്മ തന്നെ ഞാനിവിടെ കുറച്ച് അധികം ഇരിക്കാം, ഞാൻ ഇവിടെ പ്രകടമാവാം എന്ന് പറഞ്ഞ്, തമിഴിൽ പറയും താൻ തോന്നി എന്ന് പറയും, നമ്മൾ മലയാളത്തിലെ താൻ തോന്നിയല്ലത്, തന്നെത്താൻ തോന്നിയത് സ്വയംഭൂ. ആ താൻ തോന്നിയായിട്ട് വന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏതെങ്കിലും ഒരു ദളിത സ്ത്രീ പുല്ലരിയാൻ പോയി, അരിവാൾ മൂർച്ചയാക്കാൻ ഒരു കല്ലിൽ ഒരച്ചു, അപ്പൊ ചോര വന്നു, കണ്ടു, ബോധം കെട്ടു വീണു. അടുത്തുള്ള സ്ഥലത്ത് ഇല്ലത്തുനിന്ന് ആളെ വിളിച്ചുകൊണ്ട് വന്നു, അവര് ദേവിയെ പ്രതിഷ്ഠിച്ചു പറഞ്ഞിട്ടൊരു കഥ ഈ കേരള മണ്ണിലെ സകല സ്ഥലത്തുണ്ട്. ഈ ഇല്ലത്തുനിന്ന് വിളിച്ചോണ്ട് വരണമെങ്കിൽ ഇത് 6-ാം നൂറ്റാണ്ടിനോ 11-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാലത്തായിരിക്കും. അതിനു മുമ്പ് കേരളത്തിൽ ബ്രാഹ്മണരില്ല. 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേക്ക് 1400 കൊല്ലേ ആയിട്ടുള്ളൂ കേരളത്തിൽ ബ്രാഹ്മണർ വന്നിട്ട്. കാളി എന്താ അതിനു മുമ്പ് ഇവിടെ ഇല്ലേ? കാവ് ഇവിടെ ഇല്ലേ? അവളപ്പം എന്താ ഭക്ഷണം കഴിച്ചിരുന്നത്? നമ്മൾ എന്താ കൊടുത്തിരുന്നത്? അതിനു മുമ്പും ലക്ഷക്കണക്കിന് വർഷം ഇവിടെ മനുഷ്യൻ ജീവിച്ചിട്ടില്ലേ? ആരും എന്താ അത് ചിന്തിക്കാത്തത്? എന്ന് തൊട്ടാണ് ഈ ഒറ്റ പുസ്തകം മാത്രം മതി സകല ക്ഷേത്രത്തിന് ആരാക്കിയത്? ദൈവപ്രശ്നം വെച്ചിട്ടാ. സാമൂരിപ്പാട് പറഞ്ഞു നാളെ തൊട്ടിട്ട് കേരളത്തിൽ 28 തന്ത്രഗ്രന്ഥങ്ങളും വേണ്ട, എൻ്റെ സുഹൃത്ത് എഴുതിയ പുസ്തകം എൻ്റെ നാട്ടിൽ, സോ ദാറ്റ് ഐ ക്യാൻ കൺട്രോൾ യു. എനിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യണം, എനിക്ക് ക്ഷേത്രങ്ങൾ കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയണ ബുക്ക് മതി. തന്ത്രസമുച്ചയം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആവിർഭാവം അതാണ്. അത് വേറും കണ്ണിന്ന് ചോര വരുന്ന വിഷയമാണ് തന്ത്രസമുച്ചയത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ. തന്ത്രസമുച്ചയത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആരാധനകൾ നശിച്ചതിന്റെ കഥയാണ്. അതുകൊണ്ട് കാവ് എന്ന് പറയുന്ന പ്രകൃത്യാ ഉണ്ടാവുന്ന ഒരു എക്കോസിസ്റ്റം, ഒരു പാരിസ്ഥിതികമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം, അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ളതല്ല. ക്ഷേത്രങ്ങളെ നമ്മൾ വാസ്തുവിനനുസരിച്ച് പ്ലാൻ ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് സ്ഥപതിയെ കൊണ്ടുവന്ന് കണക്ക് നോക്കി മുഹൂർത്തം നിശ്ചയിച്ച് കുറ്റിയടിച്ച് അല്ലെ എന്തൊക്കെ ചെയ്തിട്ടാ ഒരു അമ്പലം ഉണ്ടാക്കണേ. കാരണം മനുഷ്യന് പ്രകൃതിയുടെ വൈഭവമില്ല. കാവുണ്ടാക്കിയ ആ അമ്മ ഏത് മുഹൂർത്തം നോക്കിയിട്ടാണ് കാവിൽ ആദ്യം ഒരു ചെടി വളപ്പിച്ചിട്ടുണ്ടാവുക? ഏത് മുഹൂർത്തത്തിൽ അവൾ അവിടേക്ക് എഴുന്നള്ളിയിട്ടുണ്ടാവുക? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഈ പല ക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ ബിംബം കാണും. വാസ്തവത്തിൽ അതിലായിരിക്കേയില്ല ചൈതന്യം. അതിൻ്റെ താഴെ ചിലപ്പോൾ വലിയൊരു കുറ്റി പോലൊരു കല്ലിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ബിംബത്തിന്റെ അടിയിലായിരിക്കും. ചിലപ്പോൾ അതൊരു ദ്വാരമായിരിക്കും, കാടാമ്പുഴ പോലെ. കാടാമ്പുഴയിൽ ഒരു ദ്വാരമാണ്. നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന മാതിരി കുറെ കൈ പിടിച്ചിട്ടുള്ള ഒരാളൊന്നും അവിടെ ഇല്ല. കാട്ടാളത്തിയാണ്, അസല് കാട്ടാളത്തി. അർജുനൻ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഭഗവാൻ കണ്ണു അരിച്ച് അർജുനെ ചുട്ടുകരിക്കാൻ പോകുന്ന അവസ്ഥ എത്തിയപ്പോ നമ്മുടെ കുട്ടിയല്ലേ, അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞ ആ അമ്മയാണ് കാടാമ്പുഴയിൽ ഇരിക്കുന്നത്. ത്വരിത എന്ന് പറയും അവളുടെ പേര്. കാട്ടാളത്തിയാ, കിരാതന്റെ ഭാര്യയാണ് അവൾ. ആ അച്ഛൻ്റെയും ആ അമ്മയുടെയും മകനാണ് വേട്ടക്കൊരു മകൻ. വേട്ടക്കൊരു മകൻ്റെയും കാവുകൾ ധാരാളമാണ്. ബാലുശ്ശേരി കോട്ട പോലുള്ള അപൂർവ സ്ഥലങ്ങളിലാണ് അകത്ത് വന്നത്. നമ്പുമലക്കോട്ട, ബാലുശ്ശേരി കോട്ട, അദ്ദേഹം യോദ്ധാവായിരുന്നുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലങ്ങളെ കോട്ട എന്നാ പറയാം. അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് ഒരു ആർക്കിടെക്റ്റ് വേണം, ഒരു സ്ഥപതി വേണം, അതിനൊരു പ്ലാൻ വേണം, അതിൻ്റെ ശില്പശാസ്ത്രത്തിനനുസരിച്ച് വേണം. ശില്പരത്നാകരം അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ധാരാളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ വേണം. അത് തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു സിസ്റ്റമാണ്, ആഗമ ശാസ്ത്രങ്ങൾക്കനുസരിച്ച്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ വേറൊരു സിസ്റ്റമാണ്. ഒറീസ പുരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും. അവിടുത്തെ കണക്ക് വ്യത്യാസമാണ്. ആ കണക്കേ അല്ല ഗുജറാത്തിൽ ചെല്ലുമ്പോൾ, ആ കണക്കല്ല കർണാടകത്തിൽ ചെല്ലുമ്പോൾ, ആ കണക്കേ അല്ല കേരളത്തിൽ വരുമ്പോൾ. തന്ത്രസമുച്ചയത്തിൻ്റെ ശില്പഭാഗം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കണക്കാണ് വരിക. അതിന് പറയും ആൺശിലയാണോ പെണ്ണ് ശിലയാണോ അതോ നപുംസക ശിലയാണോ, ഇതൊക്കെ തട്ടി നോക്കി ചുറ്റി കൊണ്ട് കൊട്ടി നോക്കിയിട്ടൊക്കെ വേണം ശില്പിക്ക് ശില എടുക്കാൻ. പ്രകൃതിയിൽ ഇത് വല്ലതുണ്ടോ? പ്രകൃതി അവൾക്ക് ഇഷ്ടമുള്ള കല്ലിനെ അവളുടെ ആവാസസ്ഥാനമാക്കി മാറ്റണു. അവള് എന്താ പറയുക, ഒരു മരത്തിലിരിക്കണം എനിക്ക് എന്ന് തോന്നി അവൾ മരത്തിൽ കയറിയിരിക്കും. എത്ര പേര് ലോകനാർക്കാവിൽ തൊഴുതിട്ടുണ്ട്? വടകര തൊഴുതുണ്ട്. ലോകനാർക്കാവ് എല്ലാവർക്കും അറിയാം. തച്ചോളിയോദയനം കാരണം അതിപ്രസിദ്ധമാണ്. ലോകനാർക്കാവിൽ നമ്മൾ പുറത്ത് ദേവിയുടെ ബിംബം കാണും. അമ്മയുടെ ബാക്കിലൊരു പട്ടുണ്ട്, നമ്മളെ പറ്റിക്കാനാ. അമ്മ ശരിക്കിരിക്കണം അതിന്റെ പുറകിലെ മരക്കുറ്റിയില്ല. പണ്ട് അവിടെ ഒരു മരമായിരുന്നു, ആ മരത്തിലെ അമ്മ ഇരുന്നിരുന്ന് അത് ജീർണിച്ച് ഇപ്പൊ ഒരു കുറ്റി മാത്രമാണ്, പുറത്ത് വെറും ഗോളകയാണ്.
നിങ്ങളെല്ലാവരും ഗുരുവായൂർ തൊഴുതിട്ടുള്ള ആൾക്കാരാ. ആ ഇടത്തിരിയത്തവരമ്മ നിങ്ങൾ കാണുന്ന അല്ല വിഗ്രഹം. അയമ്മ പുറകിലായിരിക്കണം ശരിക്കും. അത് അത്യുഗ്ര രൂപിണിയായിട്ടുള്ളവളാണ്. തീ തിന്നുന്നവളാ. കൊടുങ്ങല്ലൂരമ്മ പോലും തീ കഴിക്കില്ല. അവൾ തീ തിന്നും ദിവസവും രാത്രി. അതിൻ്റെ പേരാണ് അഴലെന്ന് പറയും. 30 ഉറുപ്പിക്ക് നിങ്ങൾ ചീട്ടാക്കും. നമ്മുടെ ദുഃഖങ്ങളെ എടുത്തിട്ട് അഗ്നിയിൽ ഇട്ട് കൊടുക്കണം അമ്മയ്ക്ക് തിന്നാൻ. നമ്മൾ പറയും അമ്മയെ എന്നെ തീ തീറ്റിക്കല്ലേ, നീ തീ തിന്നെന്ന് എന്ന് പറഞ്ഞിട്ട് തീ അങ്ങോട്ട് കൊടുക്കണം. അവളും ഒളിച്ചായിരിക്കണം. കാരണം പുറകിലെ മരത്തിൽ വടക്കന്തറക്കാവിലെ ഭഗവതി ആ വാൽക്കണ്ണാടി ഒരു പ്രതീകം മാത്രമാണ്. നമ്മുടെ സാന്നിധ്യം അവിടെ ഭൂഗർഭത്തിലാണ്, ആ മരത്തിലാണ്. ആ മരം മുറിക്കാനേ പാടില്ല എന്നുള്ളത് വടക്കന്തറക്കാവിൻ്റെ പഴയ പ്രശ്നരേഖകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാം. 1930 തൊട്ടുള്ള പല രേഖകളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് പല കാലത്തും. അതിലാണ് ഈ കണ്ണോട്ടുകാവിനെ കുറിച്ചുള്ള കഥകൾ വരുന്നത്. കാരണം വടക്കന്തറമ്മയും കണ്ണോട്ടുകാവിലമ്മയും കണ്ണടത്ത് പതിയും പുല്ലുകോട്ടയ്യനും അവരൊരൊറ്റ സെറ്റാ. ഇന്ന് നാട്ടുകാർക്കത് അറിയേണ്ടതില്ല, പക്ഷെ അവരൊരു സെറ്റാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കല്ലായോ ദ്വാരമായോ ചിലപ്പോൾ ബോർവെല്ല് പോലെ ഇരിക്കും. താഴെ വെള്ളം ഇളകണ ശബ്ദം കേൾക്കുക, ചെവി വെച്ച് നോക്കുക. പൂട്ട പോയത് എവിടെ പോയതെന്ന് അറിയില്ല. മോതിരം വീണ് പോയാൽ കഴിഞ്ഞു. അങ്ങനെ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്ന സ്ഥലങ്ങളിൽ അമ്മ ഇരിക്കുന്നുണ്ട്. വെള്ളാരങ്കല്ലില്, കരിങ്കല്ലില്, ചെങ്കല്ലില്. ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വെട്ടുകല്ല്, രുദ്രാക്ഷശില എന്ന് പറയും. ആ കാവ് എവിടെയാ നിങ്ങൾക്കൊക്കെ അറിയാം. ചെങ്കൽ വെട്ടുകല്ലിൽ ഇരിക്കുന്ന ഭഗവതി എവിടെയാ? ഒരു ചെറിയ വെട്ടുകല്ലും വലിയ വെട്ടുകല്ലും. ലക്ഷ്മി നാരായണ, അമ്മേ നാരായണ, ഭദ്രേ നാരായണ, ചോറ്റാനിക്കര ഭഗവതി മേൽക്കാവില്. അമ്മയ്ക്ക് നിങ്ങൾ കാണുന്ന ഗോളകിയും സാരിയും ഒന്നുമില്ല. രാവിലെ നേരത്തെ പോയി കാണണം. 2 കല്ലാണ്, വെട്ടുകല്ല്. നമ്മൾ വീട് പണിയാൻ ഉപയോഗിക്കുന്ന വെട്ടുകല്ല്. എൻ്റെ കുട്ടിക്കാലിൽ എൻ്റെ ടീനേജിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മുത്തച്ഛൻ അവിടെ തന്ത്രിയായിരുന്നുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് താമസിക്കുമായിരുന്നു. പാടം കടന്നിട്ട് പുലർച്ചെ വരും, ഒരു കൈതക്കാടുണ്ട്, അത് കഴിഞ്ഞ് വരും. നല്ല പാമ്പുള്ള സ്ഥലമാണ്. അമ്മയെ വിളിച്ചോണ്ട് പോവും. അവിടെ ചെന്ന് രാവിലെ വലിയ തിരക്കുണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം രാവിലത്തെ കുളിപ്പിക്കലിൻ്റെ ഇടയിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ആ ശരീരത്തിൻ്റെ ദ്വാരങ്ങളിൽ, വെട്ടുകല്ലി ദ്വാരങ്ങളിലുള്ളിൽ നിന്ന് പഴുതാര കളിക്കുന്നുണ്ടാവും. എലി, പാറ്റ. അമ്മയാണ്, പ്രകൃതിയാണ്, അവളുടെ മക്കളാവൊക്കെ. അതാണ് കാവ്. അവൾ അങ്ങനെ വന്നിരുന്നത് അവിടെ. താഴെയുള്ള ആളെ പ്രതിഷ്ഠിച്ചതാ, താഴെയുള്ള ആളെ അവിടെ കൊണ്ടിരുത്തിയതാണ്. ശക്തിയുടെ അതിൻ്റെ ഇടയിലുള്ള കുളമൊക്കെ വന്നതൊക്കെ അതിന് ശേഷമാണ്. പക്ഷെ മുകളിലുള്ള ആൾ അങ്ങനെയല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒരു മരമായിരിക്കും, അല്ലെങ്കിൽ ഒരു കല്ലായിരിക്കാം, ചിലപ്പോൾ കുളമായിരിക്കാം, വെറും ജലം. നമ്മൾ നനദുർഗ എന്നൊക്കെ പറയും, ജലദുർഗ, നനദുർഗ എന്ന് പറയും. അങ്ങനെയുള്ള അമ്മമാരെ. നനദുർഗ നിങ്ങൾക്ക് കാണണമെങ്കിൽ തൃച്ചംബരം അമ്പലത്തിനുള്ളിൽ പോയാൽ മതി. വലിയൊരു നനദുർഗയെ കാണാം കണ്ണൂർ. ഈ ദുർഗയും കാളിയുടെയും വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ലഘുവാണ്. ശൈവമായിട്ടുള്ള ശക്തിയാണ് കാളി, വൈഷ്ണവമായിട്ടുള്ള ശക്തിയാണ് ദുർഗ. ഈ വനദുർഗാ സങ്കല്പത്തിൽ ഇരിക്കുന്നതൊക്കെ വൈഷ്ണവമാണ്. ശംഖ് ചക്രവും അഭയവരതും ആയിരിക്കും. നോക്കിയാൽ മൂകാംബിക, ചോറ്റാനിക്കര, തിരുവാലത്തൂർ, അന്നപൂർണ, ഇവരൊക്കെ വൈഷ്ണവാണ്. മറ്റേ ആളുടെ കയ്യിൽ തൃശൂലം ഉണ്ടാവും, കാളിൽ. നമ്മുടെ അമ്മ ശൈവശക്തിയാണ്. സത്യമാണ്. അമ്മ പറഞ്ഞു ആണ് ഞാൻ ശൈവശക്തിയാണെന്ന് പറഞ്ഞത് മണിയടിച്ചു. അപ്പം പിന്നെ തോട്ടം തന്നെ ദേവിയായിരിക്കും. ആ പറമ്പിൻ്റെ ഉള്ളിലേക്ക് ശുദ്ധമാവാണ്ട കയറരുത് പറയും. കുളിക്കാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കാല് വെക്കരുത്. കാരണം അത് അമ്മയുടെ ശരീരമായിട്ട് കൊടുത്തിരിക്കുകയാണ് ആ പ്രദേശം. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. ഇപ്പം ഈ പറഞ്ഞ തോട്ടം വെച്ച് പിടിപ്പിക്കലോ കുളം കുത്തലോ ഒന്നും വേണ്ട. പ്രകൃത്യ ഒരു കുളം, പ്രകൃത്യ ഒരു തോട്ടം, പ്രകൃത്യ ഒരു കല്ല്, പ്രകൃത്യ ഒരു മരം, ഇങ്ങനെ എന്തു വേണമെങ്കിലും ആവാം. അതിൽ അമ്മയിരിക്കാം. മൂകാംബിക തന്നെ കാവായിരുന്നു. ആ താഴെ ഇരിക്കണ ഈ ജ്യോതിർലിംഗം എന്ന് പറയുന്നത് അവിടെ ഉള്ള ഒരു സ്വയംഭൂ കല്ലാത്. ആചാര്യസ്വാമികൾ വെച്ച ഒരു വിഗ്രഹമാണ് പുറകിൽ. അത് അദ്ദേഹം അലങ്കാരത്തിന് വേണ്ടിയിട്ടും ആൾക്കാർ ഒരുപാട് ശ്രദ്ധ ഇതിൽ കൊടുക്കാതിരിക്കാനും വെച്ചതാ. മാരിയമ്മ മുഴുവൻ കാവുകളാണ്. മാരിയമ്മയുടെ ഒരു പ്രഭാഷണമുണ്ട് ഞാൻ തിരുവല്ലാമല പണ്ട് നടത്തിയാൽ. അവളുടെ തല മാത്രമേ കാണുള്ളൂ നമ്മൾ, നിലത്താ. മൂകാംബിക മാരിയമ്മയെ ശരിക്കും.
മാസ്തിയമ്മ, മാരിയമ്മ എന്നൊക്കെ പറയും. തമിഴ്നാട്ടിൽ മാരിയമ്മ, മാസ്തിയമ്മ കർണാടകത്തിൽ. തല മാത്രം താഴെ ലിംഗത്തിൽ. അവളുടെ ശരീരം ആ ഗ്രാമമായിരിക്കും. അവളുടെ ദേഹത്തെ മക്കള് ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യണത്. ഗ്രാമത്തിന് വരുന്ന അസുഖങ്ങളെ മുഴുവൻ അവൾ ആവാഹിക്കും തന്നിലേക്ക്. അതുകൊണ്ട് അവളെ മാരി എന്ന് പറയും. അവളെ ശക്തിപ്പെടുത്തിയിരുത്തണം. മാവിളക്ക് പോലെ നമ്മുടെ ശരീരമാണെന്നുള്ള സങ്കല്പത്തിൽ ബലിക്ക് വാരി കൊടുക്കുകയാണ് മാവിളക്ക്. അപ്പൊ അവള് ശക്തിയായിട്ടിരിക്കും. എന്താ, ഗ്രാമത്തിൽ വരുന്ന അസുഖങ്ങളെയൊക്കെ അവൾ വലിച്ചെടുക്കും. അവൾക്ക് ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ അവൾക്ക് ക്ഷീണം വരും. അവൾക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഗ്രാമത്തിലേക്ക് മാരി ഇറങ്ങും, അങ്ങോട്ട് അസുഖങ്ങൾ ഇറങ്ങും. ഇതാണ് അതിന്റെ വളരെ സിമ്പിൾ പ്രിൻസിപ്പിളാണ്. അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള ദേവതകളിൽ ശ്രദ്ധിച്ചാൽ കാണാം, കാളിയുടെ ഭാവങ്ങളിൽ ശ്രദ്ധിച്ചാൽ കാണാം, വേപ്പിലായിരിക്കും, വേപ്പ് മരത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പിൽക്കാലത്ത് അതിന്റെ ആവർത്തനമായിട്ടാണ് പുരി പോലുള്ള ക്ഷേത്രങ്ങളിൽ വേപ്പോണ്ടുള്ള വിഗ്രഹം ഉണ്ടാക്കി 12 കൊല്ലം കൂടുമ്പോൾ മാറ്റണത്. പുരിയൊക്കെ ശരിക്കും ഒരു ശാക്തേക്കാവാ, അസല് ശാക്തേക്കാവാണ്. അത് ശക്തിപീഠത്തിൽപ്പെട്ടതാ. വിമലാദേവി ഇരിക്കുന്ന അവിടെയാണ്. സതീദേവിയുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ വീണപ്പോൾ അതിലൊന്ന് വീണിരിക്കുന്ന പുരി ക്ഷേത്രത്തിന്റെ അകത്താ. അവിടെ ആടിന് ബലിയുണ്ട് ഇപ്പോഴും. ഇവിടുത്തെ ഭക്തിപ്രസ്ഥാനക്കാര് ജഗന്നാഥനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കണമെന്നും പറഞ്ഞിട്ട് അവിടെ വെയിറ്റേറിനാണെന്ന് വിചാരിക്കണ്ട. ഒറീസക്കാർക്ക് കൃഷ്ണൻ ഇപ്പോഴും ഭൈരവനാ. കൃഷ്ണനെ ഈ ആരാധനാ സമ്പ്രദായം ഉണ്ടായിരുന്ന ആളാ. അതൊന്നും ഇവിടുത്തെ നമ്മളെ കഴിഞ്ഞ 100 കൊല്ലമായിട്ട് ഭാഗവതം പഠിപ്പിച്ചു തന്നിട്ടുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞു തരാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പം ഈ കാവുകളിൽ ഈശ്വര ചൈതന്യം അതിൻ്റെ സ്വേച്ഛപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ പറഞ്ഞ ഓരോ രൂപങ്ങളിലും വന്നിട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ചൈതന്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ അതൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിരിക്കണോ, അല്ലെങ്കിൽ 2 വ്യക്തികളെ കേന്ദ്രീകരിച്ചിരിക്കണോ. ഒന്ന്, ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുകയും ആണ്ടിലൊരിക്കൽ വന്ന് ആ ചൈതന്യത്തിന് ഉള്ള ദോഷങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ജനങ്ങൾ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടും ശപിച്ചിട്ടും നടക്കാത്ത കാര്യം വരുമ്പോൾ അതിനും പ്രാകും. അങ്ങനെയൊക്കെ വരുന്ന ദുരിതങ്ങളെയൊക്കെ ആവാഹിച്ച് കളയാ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തന്ത്രി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വ്യക്തി ഉത്സവാദികൾ നടത്തുക മുഴുവൻ അദ്ദേഹത്തിനെ കേന്ദ്രീകരിച്ച് നിൽക്കും. നിത്യനിദാനം എന്ന് പറയുന്നത് നിത്യം പൂജ കഴിക്കുന്ന ശാന്തി, അഥവാ 2 ശാന്തി ഉണ്ടെങ്കിൽ ഒരാൾ മേൽശാന്തി ഒരാൾ കീഴ്ശാന്തി ആയിട്ടിരിക്കും. ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചിരിക്കും. അതുകൊണ്ട് മനുഷ്യനെ കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് നമ്മൾ നിർമ്മിക്കുന്ന ക്ഷേത്രങ്ങളിലെ ദേവതയുടെ ചൈതന്യം. ക്ഷേത്രം എത്ര വളർന്നാലും ഈ പറഞ്ഞ 2 പേരിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മളിന്ന് നമ്മുടെ മഹാക്ഷേത്രങ്ങളിൽ കാണുന്നുണ്ട്. വിവാദങ്ങളുടെ രൂപത്തിലും പ്രശ്നങ്ങളുടെ രൂപത്തിലും കാണുന്നത് എന്താ വെച്ചാൽ കാവുകളായിരുന്ന ക്ഷേത്രങ്ങളെ മനുഷ്യന്റെ ഡിപ്പെൻഡൻസിയിലാക്കിയപ്പോൾ സംഭവിച്ച മഹാ അപകടം മാത്രമാണ്. ഞാനിപ്പോൾ ഈ പറയണത് പലർക്കും ഇഷ്ടപ്പെടുകയൊന്നുമില്ല, ബട്ട് ഐ ഡോണ്ട് കെയർ. ആ പറയേണ്ടത് പറയും. വ്യാസപീഠത്തിൽ ഇരിക്കുകയാണ്, അമ്മയാണ് മുന്നിലിരിക്കുന്നത്, വാളും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വെട്ടണ്ട അവിടെ വെട്ടിക്കോളാനാ പറഞ്ഞു. അപ്പോൾ ഇപ്പം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇത് പറയേണ്ട സ്ഥലത്തൊക്കെ പറയുന്നുണ്ട്. കേരളത്തിലെ തന്ത്രവിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കാലത്താണ് ഞാൻ ഇതിൻ്റെ ഭയാനകത മനസ്സിലാക്കിയത്. ഒരു വസ്തു അറിയാത്ത ആൾക്കാരുടെ കയ്യിലാണ് ഈ ചീട്ടെടുത്തിട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട്. അകത്തിരിക്കുന്ന ഡയറ്റ് ആരാന്ന് പോലും അറിയില്ല, ആ ഡയറ്റഡ് ഐഡന്റിറ്റി പോലും അറിയില്ല. ഒക്കെ കാളി തന്നെ 3367 തരമുണ്ടോ കേരളത്തിൽ മാത്രം. ഏത് കാളി ഇതിലേത് കാളിയാണ് അറിയില്ല. കരിങ്കാളി ആരാണ്, ശ്മശാന കാളി ആരാണ്, ഭദ്രകാളി ആരാണ്, മഹാകാളി ആരാണ്, ആ വ്യത്യാസം പോലും അറിയില്ല. എടത്തിരേത്താവിൽ ഇരിക്കുന്നത് മഹാകാളിയാ, ശിവപത്നിയാണ്, ഭദ്രകാളി പുത്രിയാണ്. കാളരാത്രി എന്ന് പറഞ്ഞ ഭാവമുണ്ട് ദേവിടെ. കേരളത്തിലൊരു വലിയ ക്ഷേത്രത്തിൽ കാളരാത്രി ഇരിപ്പുണ്ട്. കാലസംഘർഷിണി എന്ന് പറഞ്ഞൊരു ഭാവമുണ്ട് കേരളത്തിലൊരു മഹാക്ഷേത്രത്തിൽ. കാലസംഘർഷിണിയാണ്. ആ കാളിയല്ല എല്ലാവിടെയും. കാളി തന്നെ അത്ര തരണ്ട്. ഇപ്പം നമ്മൾ തറവാട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരെയും കൂടെ നിങ്ങളൊക്കെ ഒരേ തറവാടല്ലേ, നിങ്ങൾക്കൊക്കെ ഒരേ സ്വഭാവമായിരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് പോയിട്ട് കൊടുക്കും. നമ്മൾ പറയും എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട എന്ന് പറയില്ലേ. അയമയ്ക്ക് എന്താ പറഞ്ഞ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ടെന്ന് അയമയ്ക്കും പറഞ്ഞൂടെ? അയമ പറയും. അപ്പോ അർച്ചകരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്ഷേത്രങ്ങൾ നിൽക്കുന്നത്.
കാവുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രകൃതിയാണ്. അവിടെ ആരർച്ചന ചെയ്തു കയറി തൊഴുതു ഇതൊന്നും വിഷയമല്ല. ഒരു തരത്തിൽ നോക്കിയാൽ കാവുകൾക്ക് അശുദ്ധിയില്ല. കാരണം കാവുകളിൽ പക്ഷികളും മൃഗങ്ങളും ഒക്കെ പ്രസവിക്കുന്നുണ്ട്, മരിച്ചു വീഴുന്നുണ്ട്, ഇണചേരുന്നുണ്ട്, രക്തം ചിന്തുന്നുണ്ട്, കടിച്ചു കീറി തിന്നുന്നുണ്ട്. എന്തെങ്കിലും അശുദ്ധി വരുമോ കാവിന്? ഒരിക്കലും വരില്ല. അശുദ്ധി മനുഷ്യന്റെ മനസ്സിലാടോ, പുറത്തല്ല. അപ്പോ ഈ വിധത്തില് ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് എണ്ണ വേണം, വിളക്ക് വേണം, പുഷ്പങ്ങൾ വേണം, വരുമാനം വേണം. ഇതൊക്കെ നിലനിന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർത്തണോ? ഞാൻ അതിൻ്റെതായിട്ടുള്ള ശ്വാസത്തിലാണ് കാവുകൾ നിൽക്കുന്നത്. കാവുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ശ്വാസമാണ്. ഒരു വൃക്ഷം ഓക്സിജൻ പുറത്തു വിടുന്നു, അവിടെയുള്ള കുളങ്ങൾ ജലം സംരക്ഷിച്ച് നിർത്തുന്നു, അടുത്തുള്ള കിണറുകൾക്കൊക്കെ സ്രോതസ്സായിട്ട് അത് മാറുന്നു, വയലുകളിലേക്ക് എത്തിക്കാം. അതുകൊണ്ട് പക്ഷികൾ, മൃഗങ്ങൾ ഇതെല്ലാം ആ പ്രദേശത്തിൽ തന്നെ ജീവന്റെ ശക്തി കൊണ്ടുവന്നിട്ട് ചൈതന്യപ്പെടുത്തുന്നു. ഇവിടെ കഷ്ടപ്പെട്ട് മൂക്കിക്കൂടെ നമ്മൾ ശ്വാസത്തിൽ കൂടെ ഇറക്കിയിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ഈശ്വരന്റെ ചൈതന്യം നിലനിർത്താൻ. നമ്മളീ പോകുന്നവരെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും അമ്മയ്ക്കില്ല. നമ്മൾ പരാതി പറയാൻ ആവശ്യത്തിനോ പോണത്. ഉത്സവത്തിനാണെങ്കിൽ ഗാനമേള കേൾക്കാൻ വരും. അമ്മയ്ക്ക് നമ്മൾ ജീവൻ കൊടുക്കുന്നില്ല, അമ്മയ്ക്ക് ഒന്നും കിട്ടുന്നില്ല നമ്മുടെ നിന്ന്. കാവുകളിൽ അങ്ങനെയല്ല. അവിടെ പക്ഷികളും മൃഗങ്ങളും ജീവന്റെ തുടിപ്പ് ദേവിക്ക് വളരെ പ്രധാനമാണ്. വളരെ വളരെ പ്രധാനമാണ് അമ്മയുടെ ആ തുടിപ്പ് എന്ന് പറയണത്. സർവേശ്വരി. അപ്പോൾ കാവുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ശ്വാസം ഉണ്ട് എന്ന് മനസ്സിലാവണം. ക്ഷേത്രങ്ങൾക്ക് മതിൽക്കെട്ടുകൾ ഉണ്ടാവും, കാവുകൾക്ക് നിശബ്ദതയുടെ മതിൽക്കെട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അച്ചടക്കത്തിൻ്റെ മതിൽക്കെട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ഒരു റെസ്പെക്റ്റോടു കൂടി മനസ്സിലാണ് നമ്മൾ അതിർവരമ്പിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇങ്ങനെ വേണം പെരുമാറാൻ തീരുമാനിക്കണം. മറ്റേ നമുക്ക് ഗേറ്റിൽ എഴുതി വെക്കണം ബോർഡ്, ഇത് അമ്പലമാണെന്ന്. ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ അമ്പലത്തിലാണെന്ന് ബോധമില്ലാത്ത ആൾക്കാരുടെ കാല അല്ലേ? ആലോചിച്ച് നോക്കൂ. അതേമാതിരി തന്നെ കാവുകളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്തേക്ക് നമ്മൾ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണുന്നതും കാണാത്തതായിട്ടുള്ള സമസ്ത ജീവജാലങ്ങളുടെയും പ്രതിനിധികൾ അതിൻ്റെ ഉള്ളിലേക്ക് വരികയും കടന്ന് പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ വരുന്നു, അവരുടെ ജീവിതം ആസ്വദിക്കുന്നു. എന്തിലും അമ്മയെ കാണാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതന്നെയല്ലേ ആചാര്യസ്വാമികൾ പറഞ്ഞത്, സകലത്തിലും ബ്രഹ്മത്തെ കാണാൻ പഠിപ്പിച്ചെന്ന്. എന്തുകൊണ്ടാണ് ശങ്കരാചാര്യസ്വാമികൾ കാവുകൾ മാറ്റിമറിക്കാഞ്ഞത്? അദ്ദേഹം ശ്രീചക്രങ്ങൾ പ്രതിഷ്ഠിച്ചു, അദ്ദേഹം ബലി നിർത്തലാക്കിയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ 2 ശ്രീചക്രമാണ് ഇരിക്കുന്നത്, പരശുരാമൻ പ്രതിഷ്ഠിച്ചതും ആചാര്യസ്വാമികൾ പ്രതിഷ്ഠിച്ചതും. അവിടെ ഒരു കാലത്തും നമ്മുടെ മോഡേൺ കാലത്തെ സർക്കാരുകൾ വരുന്നത് വരെ അവിടെ ബലി നിർത്തിയിട്ടില്ലല്ലോ. എല്ലായിടത്തും പൂജാക്രമങ്ങൾ നിശ്ചയിച്ച്, കൊടുങ്ങല്ലൂരും പൂജാക്രമങ്ങൾക്ക് വലിയൊരു പങ്കോളം നിശ്ചയിച്ചിട്ടുള്ള, അവിടെ ബ്രാഹ്മണനും പൂജ കഴിക്കുന്നുണ്ട്, അടികളും പൂജ കഴിക്കുന്നുണ്ട്, പാലക്കാവേലിനെ പോലുള്ളവർ പൂജ കഴിക്കുന്നുണ്ട്. എല്ലാ ജാതിക്കാർക്കും അവകാശമുള്ള ഒരു ക്ഷേത്രം, ഒരു മാതൃകാ ഹൈന്ദവ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ കാവ്. ആ കാവിൽ ശങ്കരാചാര്യസ്വാമികൾ എന്തുകൊണ്ട് ബലി നിർത്തലാക്കിയില്ല? അദ്ദേഹം നിർത്തലാക്കാത്തതാണ് സർക്കാരുകൾ നിർത്തലാക്കിയത്. എന്നിട്ട് നമ്മൾ ഇഷ്ടംമാതിരി സുഗുണ ചിക്കൻ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ചിക്കൻ മേടിച്ചിട്ട് നമ്മൾ കഴിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വെജിറ്റേറിയനിസം നമ്മൾ നിർത്തുന്നില്ല, നോൺ വെജിറ്റേറിയനിസം നിർത്തുന്നില്ല. നമ്മൾ ചെയ്ത് കാണിച്ചിട്ട് പരമ്പരകളുടെ കാരണവന്മാർ ചെയ്തിരുന്നതിനെ നിർത്തിയിരുന്നെങ്കിൽ ഇതിലൊരു അത്ഭുതം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു സുഖം ഉണ്ടായിരുന്നു. ഇതാണ് ഹിപ്പോക്രസി എന്ന് പറയും. കാവുകൾ അതുപോലെ തന്നെ മനുഷ്യൻ ഒരു മെയിൻ്റനൻസും ചെയ്യണ്ട, പ്രകൃതിയാണ് മെയിൻ്റനൻസ് ചെയ്യുന്നത്. ദേവിയുടെ ശരീരത്തിനെ ദേവി തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളും. ചൈതന്യം ഒരു തുള്ളി നഷ്ടപ്പെടില്ല കാവുകളിൽ നിന്ന്. മനുഷ്യൻ അതിർത്തി കെട്ടി അതിൻ്റെ ഉള്ളിൽ സിസ്റ്റം കൊണ്ടുവരണം, നിമിഷം അത് നശിച്ചു. അയൽപക്കങ്ങളിലുള്ള ആൾക്കാർ നോക്കാത്തതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളും നശിച്ചു പോകുന്നത്.
ദേശവാസികളും ഗ്രാമവാസികളും നോക്കാത്തത് കൊണ്ടാണ് ക്ഷേത്രങ്ങൾ നശിച്ചു പോകുന്നത്. ഇവിടെയൊക്കെ അമ്മ നന്നായിരിക്കണം, നിങ്ങൾ അത്രയും നന്നായിട്ട് അമ്മയെ നോക്കണോണ്ടാ. പക്ഷെ എത്രയോ ക്ഷേത്രങ്ങളുടെ അവസ്ഥ അതല്ല. ചുറ്റുമുള്ളവർ തിരിഞ്ഞു നോക്കാനില്ലാത്തതുകൊണ്ട് ക്ഷേത്രങ്ങൾ നശിച്ചുപോയി. കാവുകൾക്ക് ആ പ്രശ്നമേ ഇല്ല. കാവുകൾ തന്നെ മെയിൻറ്റെയിനും ചെയ്യും. അത് പരിസരത്തുള്ളവൻ അവൻ അവിടെ വന്നാലും ഇല്ലെങ്കിലും അവനെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. അതാണ് കാവിലിരിക്കുന്ന ഭഗവതിയും അമ്പലത്തിലിരിക്കുന്ന ഭഗവതിയും തമ്മിലുള്ള വ്യത്യാസം. കാവിലിരുന്ന അമ്മയെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതാണ് നമ്മൾ. അപ്പം നമ്മളത് അനുഭവിക്കണം. നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല ആ ദേവിയെ കൊണ്ടു നടക്കേണ്ടിയിരുന്നതെന്ന്. ത്രികാല ശക്തി എന്ന് പറയും തന്ത്രത്തിൽ. കാളി അതിൻ്റെ സ്വരൂപമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. പഞ്ചകൃത്യപരായണ എന്ന് പറയുന്ന തിരോഭാവ അനുഗ്രഹം ഒന്നും അതൊന്നും ഇപ്പോൾ പറയണില്ല. ഈ 3 എണ്ണം മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാളി എന്തുകൊണ്ട് കാവുകളിൽ ഇരിക്കണു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവളുടെ ഈ 3 സ്വഭാവം മനസ്സിലാക്കണം. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഒരു കാട് എന്ന് പറയുമ്പോൾ അത് വെറും ഒരു പ്രകൃതിയുടേതായിട്ടുള്ളൊരു സ്ഥലം മാത്രമല്ല, ഈ പറഞ്ഞ 3ഉം നടക്കുന്ന സ്ഥലമായിരിക്കണം കാളിയിരിക്കുന്ന സ്ഥലം. ഇന്ന് ഏത് ക്ഷേത്രത്തിലാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരവും നടക്കുക? സമാധാനത്തോടെ മരിച്ചു കിടക്കാൻ പറ്റും ഇവിടെ നമുക്ക്? ഇവിടെ വന്ന് അമ്മേ എനിക്ക് നിന്റെ മടിയിൽ കിടന്ന് മരിക്കണം പറഞ്ഞിട്ട് നമുക്ക് ഭഗവതിയുടെ മുന്നിൽ പോയി കിടന്ന് മരിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. സ്നേഹം ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. അവളുടെ മടിയിൽ കിടന്ന് മരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടന്ന് മരിക്കാൻ പറ്റുമോ? സാധിക്കില്ല നമുക്ക്. കാവുകളിൽ സാധിക്കുമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ ജീവജാലങ്ങൾ പ്രസവിക്കുന്നുണ്ട്. അതിനെന്ത് വാലായ്മ വരുന്നു? പൂച്ച പ്രസവിക്കും, പട്ടി പ്രസവിക്കും, മറ്റു മൃഗങ്ങൾ പ്രസവിക്കും, മുട്ടയിടും, മുട്ട വിരിയും, എന്തും നടക്കും അല്ലേ? ഇന്ന് പൂച്ച പ്രസവിച്ചു, അമ്പലത്തിനുള്ളവരുടെ ശുദ്ധിയാ. എന്തെന്നുള്ള ശുദ്ധി? പ്രകൃതി നിന്നാണോ നമ്മൾ ഈ ശുദ്ധി ഉണ്ടാക്കണത്? അത് മനുഷ്യനുണ്ടാക്കുന്ന ശുദ്ധിയാണ്. എവിടെയൊക്കെ ഭഗവാനെ കാണാൻ പറ്റുമോ അവിടെയൊക്കെ ശുദ്ധം എന്നാണ്. എവിടെ കാണാൻ പറ്റണില്ലയോ അത് അശുദ്ധം എന്നാണ്. ശുദ്ധാശുദ്ധത്തിന്റെ പ്രമാണം ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാനാണ് ഇത് കാവുകളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാവുകളിൽ സൃഷ്ടി നടക്കുന്നുണ്ട്, സ്ഥിതിയുണ്ട്, അതേമാതിരി സംഹാരവും നടക്കുന്നുണ്ട്. ഇത് 3ഉം ചേരുമ്പോഴാണ് കാളി ഉണ്ടാവുക. അല്ലാത്ത കാവുകളിൽ കാളിക്ക് ഇരിക്കാൻ സാധിക്കില്ല. കാരണം അവളല്ലാത്തതൊന്നായിട്ട് അവൾ എങ്ങനെ ഇരിക്കും? നമ്മൾ പറയില്ല എനിക്ക് ഞാനല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് നമ്മൾ വെറുതെ പറയും നമ്മുടെ അഹങ്കാരം കൊണ്ട് അല്ലേ? നമുക്ക് ഇത്ര അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മളെ പ്രസവിച്ച അവളുടെ അഹങ്കാരം എന്തായിരിക്കും ആലോചിച്ച് നോക്കുക അല്ലേ? അവൾ വെച്ച് പൊറപ്പിക്കുമോ നമ്മളെ? ഈ ലോകത്തിൽ ആകെയുള്ള അഹങ്കാരം ഉള്ളതാണ്. ആ അഹങ്കാരം നടക്കുകയുള്ളൂ. അഹം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം എന്ന് പറഞ്ഞ അവസ്ഥയുടെ സ്ത്രീഭാവമാണത്. അതുകൊണ്ട് പുതിയ പുതിയ ജീവൻ സദാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉറുമ്പുകൾ മുട്ടയിടുന്നു, അത് വിരിയുന്നു, ബാക്ടീരിയകൾ ഉണ്ടാവണു, പുഴുക്കൾ ഉണ്ടാവണു അല്ലേ? പുഴുക്കൾ ശലഭങ്ങളാവണു. എപ്പോഴും പ്രകൃതിയുടെ പുതിയ 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 ജനനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മരത്തിന്റെ വേരുകളിൽ നനവുള്ള ഭാഗങ്ങളിൽ കൂണുകൾ പൊട്ടുന്നു. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പോയിട്ട് കഴിക്കാവുന്ന കൂണാണോ അല്ലാത്ത കൂണാണോ നോക്കും. ഇന്നല്ലേ ഇപ്പൊ കടയിൽ കിട്ടാൻ തുടങ്ങിയത് കൂണ് അല്ലേ? ചിലത് വിഷക്കൂണായിരിക്കും. കൂണുകൾ മുളയ്ക്കുന്നു. അതേമാതിരി തന്നെ നമ്മൾ ഇന്നേവരെ കാണാത്ത പാറ്റകൾ പുറത്തേക്ക് വരുന്നു. മഴക്കാലം വരുമ്പോൾ ഇങ്ങനെ ഈയാമ്പാറ്റകൾ ഇങ്ങനെ വെടിയുണ്ട പുറത്തേക്ക് വരുന്ന മാതിരി വരണ കണ്ടിട്ടില്ലേ ചെടികളുടെ ഇടയിൽ നിന്ന്? കാവുകളുടെ അകത്ത് മഴ കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ മഴ കഴിയുമ്പോൾ പുതുമണ്ണിന്റെ ആ മണമൊക്കെ വന്നു കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ണടച്ച് മൂക്കിലേക്ക് വലിച്ചു കയറ്റി നോക്കൂ. അതിലാണ് ഭഗവതി ഇരിക്കണത്. അതാണ് അവളുടെ മണം. ആ ദേവിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. കാവ് എപ്പോഴും ഉർവരതയുടെ സ്ഥലങ്ങൾ, എപ്പോഴും ഫെർട്ടൈലാണ്. അവിടെ എപ്പോഴും ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഒരു IVF ക്ലിനിക്കിലും പോകേണ്ട ആവശ്യം വരുന്നില്ല അവിടെ തൊഴുതിട്ടുള്ള തലമുറകൾക്ക്. 10ഉം 12ഉം 20ഉം അമ്മൂമ്മമാര് പ്രസവിക്കുന്നു. അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നുകൊണ്ട് അതിൽ പകുതിയും മരിച്ചു പോകും അസുഖങ്ങൾ വന്നിട്ടും. അങ്ങനെയുള്ളവരുടെ തലമുറയാണ് നമ്മൾ ആ തലമുറകളെയാണ്, ആ പൂർവികരെയാണ് നമ്മൾ ഇന്ന് പരിഷ്കരിച്ചിട്ട് കളിയാക്കുന്നത്. ഇത്രയും നന്ദികെട്ട ഒരു പാരമ്പര്യത്തിൻ്റെ മറവി നമ്മൾ മലയാളിയെ പോലെ വേറെ ഭാരതത്തിൽ എവിടെയും കാണില്ല. ഭാരതം എന്നല്ല, ലോകത്തിലൊരു സ്ഥലത്തും കാണില്ല. എല്ലാം ഉണ്ടായിട്ടും സകലതും നശിപ്പിച്ചൊരു ജനത. പ്രകൃതി കൂടെ നിന്നിട്ടും സകലതും നശിപ്പിച്ചൊരു ജനത. യുദ്ധങ്ങളില്ല, ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 100 കൊല്ലത്തിൽ ഒരു ബുദ്ധിമുട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ല.
എന്നാൽ ഇൻസെക്യൂരിറ്റികളുടെ കൂടാരങ്ങളാണ് നമ്മൾ, കോംപ്ലക്സുകളുടെ. ഒന്നും അറിയില്ല എന്ന എല്ലാം അറിയാമെന്നാണ് വിചാരം. അതുകൊണ്ടാണ് ഈ നാട്ടുപ്രമാണിത്വം, ദേശപ്രമാണിത്വം, അമ്പലത്തിലെ പ്രമാണിത്വം. ആ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ കാണാം ആ ഭഗവതിയെക്കാളും വലിയ ആൾക്കാരെ നമ്മുടെ ചുറ്റും. ഞാൻ വളരെ ചെറുപ്പത്തിൽ നിന്ന് ആലോചിക്കാറുണ്ട്, ഈശ്വര മനുഷ്യൻ ഇത്ര വലിയ പാഠപുസ്തകങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എങ്ങനെ ആ അമ്മയുടെ മുന്നിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. അല്ലാണ്ട് നിങ്ങൾ 100 സപ്താഹം കേട്ടിട്ടും കാര്യമില്ല. ഈ അമ്മയെ അറിയാതെ 100 സപ്താഹങ്ങൾ. ഗുരുവായൂരപ്പൻ സ്വന്തം പരദേവത എങ്ങനെ നോക്കൂ, എങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കണോ അടുത്തിരുത്താവലമ്മേ. ഭഗവാന്റെ അതെങ്കിലും പഠിക്കൂ. ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെങ്കിലും പഠിക്കണം. ഓരോ കാളീക്ഷേത്രത്തിലും അമ്മയുടെ ഭൈരവനായിട്ടിരിക്കണം, മഹാദേവനിൽ പഠിക്കണം എങ്ങനെ അമ്മയെ കൊണ്ടു നടക്കണമെന്ന്. കൊടുങ്ങല്ലൂർ ഭൈരവനായിട്ടിരിക്കണില്ലേ, കിഴക്കോട്ട് നോക്കിയിട്ട് മാടായിക്കാവിലിരിക്കണില്ലേ, ഇങ്ങനെ എത്ര കാളീക്ഷേത്രങ്ങളിൽ, തിരുവാന്താംകുന്നിലിരിക്കണില്ലേ, എല്ലാ കാളീക്ഷേത്രങ്ങളിലും ഒന്നുമില്ലെങ്കിൽ ശ്രീകോവിലിനുള്ളിലെങ്കിലും ഒരു ശിവലിംഗമായിട്ട് ആ മഹാദേവൻ അമ്മയുടെ കൂടെ ഇരിപ്പുണ്ട്. ആ ആദരവ് നമ്മൾ കൊടുക്കണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത്. അതുകൊണ്ടാണ് ഞാൻ 1-ാം ദിവസം തന്നെ നല്ല കടുപ്പിച്ച ഡോസിൽ തുടങ്ങിയത്. കാരണം ഈ ഡോസിൽ പോയില്ലെങ്കിൽ ഇത് വെറുതെ ഒരു കഥ പറച്ചിൽ, കുറേ അമ്പലങ്ങളുടെ കഥയും കേട്ട് നമ്മളിങ്ങനെ പോവും. ആ കാലം കഴിഞ്ഞു. കാരണം നമ്മുടെ തലമുറ ഇപ്പോൾ കഴിഞ്ഞു പോവും. ഇതവിടെ കുട്ടികളെ ഞാൻ കാണുന്നില്ല, കാരണം എല്ലാവരും വീട്ടിൽ മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ തലമുറയിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. അവിടെയൊക്കെ വളരെ ചുരുങ്ങിയ കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ മക്കൾക്ക് വേണ്ടിയിട്ട്. അവരിൽ എനിക്ക് നമ്മുടെ തലമുറകളെക്കാട്ടിലും പ്രത്യാശയുണ്ട്. കാരണം നല്ല സെൻസുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. നമുക്ക് തോന്നുകയാണ് ആ ജനറേഷൻ കയ്യിൽ നിന്ന് പോയിന്ന്. അങ്ങനെയല്ല. എൻ്റെ ഇന്നത്തെ അനുഭവം വെച്ച് ഞാൻ പറയണം, ഒരുപാട് കുട്ടികൾ അന്വേഷിച്ച് വരുന്നുണ്ട്. മുമ്പുള്ള നമ്മുടെ തലമുറകൾ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതുമില്ല. പുരോഗമനം പറഞ്ഞ് ഇറങ്ങിപ്പോയി. എന്നാൽ അതിൻ്റെ നന്മകൾ കിട്ടിയോ? അതും കിട്ടിയില്ല. സാഹിബിൻ്റെ നിന്ന് പഠിക്കേണ്ട അച്ചടക്കവും പ്രോസസ്സും പഠിച്ചോ? പഠിച്ചില്ല. അയാളുടെ നിന്ന് പഠിക്കേണ്ട എല്ലാ ബാക്കി വൃത്തികേടുകളും ഇങ്ങോട്ടെടുത്തു. നമ്മുടെ നല്ലത് മുഴുവൻ കളയുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് സൃഷ്ടി എന്ന് പറയണതിൽ മാത്രം തന്നെ എടുത്തു നോക്കിയാൽ കാണാം, ഒരു കാവിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഗർഭിണിയോ ഇപ്പൊ പ്രസവിച്ച് കിടക്കുന്നതോ ആയിട്ട് ഏതെങ്കിലും ഒരു ജീവിയെ കാണാൻ പറ്റും. എന്ത് അശുദ്ധി അതുകൊണ്ട് വന്നത്? വരുന്നില്ല. സ്ഥിതി എല്ലാം അവിടെ സപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാൾ വേറൊരാളുടെ രീതിക്കല്ല പോകണം. ഒന്നൊന്നിൻ്റെ ഭക്ഷണമാവണേൻ്റെ ഒപ്പം തന്നെ, അത് സംഹാരത്തിൽ പറയാം. പക്ഷെ മരങ്ങൾ തണൽ കൊടുക്കണു. അതേമാതിരി തന്നെ ഭൂമിയിൽ വീഴുന്ന മണ്ണിലെ ജലത്തിനെ ആവിയായി പോകാതെ, സൂര്യവെളിച്ചത്തിൽ നശിച്ചു പോകാതെ ആ നനവിനെ അവിടെ പിടിച്ചു നിർത്തുന്നു. ഈ വിധത്തിൽ മോയിസ്ചർ ഉണ്ടാക്കണം. മോയിസ്ചർ കണ്ടന്റ് വളരെ പ്രധാനമാണ്. ഇപ്പം ടീച്ചർമാരായിട്ടുള്ള ബയോളജിയൊക്കെ പഠിപ്പിക്കുന്നവർക്ക് അറിയാം. സ്കൂളുകളിൽ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, മണ്ണിൻ്റെ നനവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ് യൂക്കാലി പോലുള്ള മരങ്ങൾ, അക്കേഷ്യ പോലുള്ള മരങ്ങൾ നടരുത് എന്ന് പറഞ്ഞു. നമ്മുടെ കാവുകളിലുള്ള മരങ്ങളൊക്കെ വാട്ടർ ഹോൾഡ് ചെയ്യുന്നതാണ്. ഗ്രൗണ്ട് വാട്ടറിനെ പിടിച്ചു നിർത്തും. അതിനുള്ള എന്താ പറയുക, ഇതുള്ളതാണ്. അപ്പൊ നനവുള്ള സ്ഥലങ്ങളിൽ തണുപ്പ് നോക്കിയിട്ട് സർപ്പങ്ങൾ വന്ന് കിടക്കും. ഇരുണ്ടിരിക്കണം, അവർക്ക് വെളിച്ചം അധികം പറ്റില്ല. അവരുടെ ശരീരം വളരെ സ്നിഗ്ധമാണ്, തൊലി കൂടെ ശ്വസിക്കുന്നുണ്ട്. സർപ്പം എന്ന് പറഞ്ഞാൽ തന്നെ ശ്വാസത്തിന്റെ ലക്ഷണമാണ്, വായുവിന്റെ ലക്ഷണമാണ്. അവർക്ക് വിഷം കൂടുമ്പോൾ കൊത്തിയിട്ട് ആ വിഷം ഇറക്കണം, കാരണം വേദനിക്കും ഒറ്റകൾക്ക്. അതുകൊണ്ട് എവിടെയെങ്കിലും കൊത്തണം. അതിനുള്ള പാലുള്ള മരങ്ങൾ വേണം. പാല പോലുള്ളതിൽ തുടരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അറിയാതെ അല്പം വിഷം നമ്മുടെ സ്കിന്ന് വഴി കത്തിക്ക് കയറും. പാലുള്ള വൃക്ഷങ്ങൾ, നീർമരുത്, കള്ളിപ്പാല, ഇങ്ങനത്തെ മരങ്ങളൊക്കെ എന്തിനാ? ഈ പാമ്പുകൾ പോയിട്ട് അതിൻ്റെ ഫാങ്സ്, അതിൻ്റെ പല്ലുകൾ ഇറക്കും, വിഷം ഇറക്കും. അപ്പോഴാണ് അവറ്റുള്ള കടച്ചിൽ മാറി ഒരു സുഖാവും. കാളിയൻ പറഞ്ഞില്ലേ, ഭഗവാനെ നീയല്ലേ എന്നെ ഇങ്ങനെ വിഷത്തോടെയും കോപത്തോടെയും സൃഷ്ടിച്ച്. അപ്പം അവർക്കൊരു റിലീഫ് വേണ്ടേ? അത് കൊത്തിയിട്ട് കളയാനുള്ള സ്ഥലം. അതിനാണ് ഈ പാലകൾ കാവുകളിൽ. അതേപോലെ തന്നെ തവളകൾ ഉണ്ടാവും. ഈ തവളകളെ പാമ്പുകൾ ഭക്ഷിക്കും. പക്ഷികളും ഉണ്ടാവും. പക്ഷികൾ പാമ്പുകളെ പിടിക്കും, പരുന്തിനെ പോലുള്ള പാമ്പുകളെ പിടിക്കും, തവളയെ പിടിക്കും. അല്ലേ? ഒരു മനോഹരമായിട്ടുള്ളൊരു പാരിസ്ഥിതിക വ്യവസ്ഥ നമുക്ക് അവിടെ കാണാം. ചെറിയ 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 പാറ്റകൾ ഉണ്ടാവും.
നമ്മൾ ലേഡി ബേർഡ് എന്നൊക്കെ പറഞ്ഞ മാതിരി കണ്ടിട്ടില്ലേ, പല വിചിത്രാകൃതിയുള്ള ചോപ്പിൽ പൊട്ടൊക്കെ തൊട്ടിട്ട് അമ്മ പൊട്ടുകൊടുക്കും. അമ്മ വെറുതെ ഇരിക്കണം നേരത്തെ വെറ്റുകൾക്കൊക്കെ പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത്, ചിലരുടെ മേലെയൊക്കെ ഓരോ പുതിയ പുതിയ ഡിസൈനൊക്കെ ഉണ്ടാക്കി. അമ്മയ്ക്ക് രാവിലത്തെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞാൽ കുറേ ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ ആ നേരത്തൊക്കെ അമ്മ ഇങ്ങനെ ഓരോന്നിനെ ആ കാവിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നുണ്ട്. ഇങ്ങനെ എത്ര തരം ജീവജാലങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു നമ്മുടെ കാവുകൾ. അതുകൊണ്ടാണ് സ്ഥിതി. അപ്പം കാളിയുടെ 2ാം ഭാവം പറഞ്ഞോടെ. 3ാം ഭാവം അവളുടെ സഹജ സ്വഭാവം, നമ്മൾക്കൊക്കെ ഏറ്റവും ഭയമുള്ള ഭാവം സംഹാരഭാവം. ആദ്യം സംഹാരം എവിടെ കാണുന്നു? മരങ്ങളിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നു, മരണം. അതവിടെ കിടന്നിട്ട് ചീഞ്ഞളിയണു, സംഹാരത്തിൻ്റെ ലക്ഷണം. അത് മണ്ണിൽ ചേരണു, അത് വളമാവുന്നു. അപ്പൊ തിരോഭാവവും പിന്നീട് പുതിയ സൃഷ്ടിക്ക് പുതിയ ചെടികൾ വളരാനുള്ള വളമാവുമ്പോൾ അനുഗ്രഹവും സംഭവിക്കുന്നു. വെറുതെ ലളിതാ സഹസ്രനാമത്തിൽ പഞ്ചകൃത്യപരായണ എന്ന് ജപിച്ചിട്ട് കാര്യമില്ല. ഇതുണ്ടായിരുന്നതിനെ നമ്മൾ ആദരിക്കണമായിരുന്നു. ജഗദാദി വേൽപ്രസു എന്നൊരു നാമുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. ജഗത്ത് തുടങ്ങിയിട്ടുള്ള ആകാശമടക്കമുള്ള സകലത്തിലും പ്രസവിച്ചവളെന്ന്. ഇന്ന് നമ്മളത് വെറും ഒരു നാമം മാത്രമാണ് നമുക്ക്. കാരണം നമുക്ക് അനുഭവത്തിലില്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് അനുഭവിച്ചു കൊടുക്കാനുമില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ തലമുറകളിൽ കുറച്ച് പേർക്കെങ്കിലും ചെരുപ്പിടാണ്ട് ആ മണ്ണിൽ ചവിട്ടി നടക്കാനും കാലിലൊരു മുള്ളു കൊള്ളാനും പാമ്പിനെ കണ്ട് പേടിച്ച് പുറത്തേക്ക് ഓടാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അടുത്ത തലമുറയ്ക്ക് അതുമില്ല. നമ്മളൊക്കെ ഇനി ഇതെങ്ങനെ കോൺക്രീറ്റിലൊക്കെ ആയിരിക്കും കുട്ടികൾ നടക്കുക, ഫ്ലാറ്റുകളിലകത്ത്. ഇനിയിപ്പോൾ അമ്പലങ്ങൾ ഫ്ലാറ്റുകളിൽ പോയിട്ട് വഴിപാടിൻ്റെ ഓർഡർ എടുക്കാൻ തുടങ്ങുന്ന കാലം വരും. ഓൺലൈൻ വഴി ഇപ്പോഴേ ചെയ്യുന്നുണ്ട് നമ്മൾ. ഡോർ ടു ഡോർ സർവീസ്, അമ്മയും കൊണ്ടുപോവുക. പണ്ട് വരില്ലേ ഒരു സർപ്പത്തിനും വെച്ചിട്ട് നമ്മുടെ വീടുകളിൽ, അതുമാതിരി ഇനി അമ്പലങ്ങൾ അങ്ങനെയൊക്കെ അതിലേക്കൊക്കെ പോകും. ഇനി അതിലേക്കാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും ഒരു അവസാന ശ്രമം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് തിരിച്ചു കൊണ്ടുവരിക. ക്ഷേത്രങ്ങളായിട്ടുള്ള അമ്പലങ്ങളിൽ അറ്റ്ലീസ്റ്റ് ചെറിയ ചെറിയ പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഏതെങ്കിലും ഒരു ഭാഗം കെട്ടിത്തിരിച്ചിടുക. അവിടെ ചെടികളൊക്കെ തന്നെ വളരാൻ വിടുക. അമ്മയ്ക്ക് എവിടെ ഇരുന്ന് ഭ്രാന്ത് പിടിക്കും, അമ്മ അവിടെ പോയിരുന്ന് സന്തോഷമായിട്ട് മക്കളിലൊപ്പം ഇരിക്കട്ടെ. മനുഷ്യനെ കണ്ട് മടുത്തു അമ്മയ്ക്ക്. അതിനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, പറമ്പുകളുള്ള സ്ഥലങ്ങളിൽ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കൊഴിഞ്ഞു വീഴുന്ന ഇലകളിലാണ് സംഹാരം ആദ്യം കാണുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ജീവജാലങ്ങൾ ആ മണ്ണിൽ വീഴുന്നതും മരിച്ചു പോകുന്നതും ഒക്കെ കാണും. ഇര പിടിക്കുന്നുണ്ടാവും. ഒരു കാവില് ഒരു വേസ്റ്റേജും ഇല്ല. ക്ഷേത്രങ്ങളിൽ നിന്ന് പോലും നമുക്കിന്ന് മാലിന്യം പുറത്ത് കളയണം. പുറത്തുനിന്ന് നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വരുന്ന തൊഴിലാളികൾ വരുന്ന അമ്പലത്തിലെ വേസ്റ്റ് കളയണമെങ്കിൽ പോലും അതാണ് ഇന്നത്തെ അവസ്ഥ. കാവുകളിലെ വേസ്റ്റ് ആരാ കളഞ്ഞ്? അമ്മ തന്നെ എടുക്കണു, അമ്മ തന്നെ റീസൈക്കിൾ ചെയ്യണു, അല്ലേ? അതൊരു സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ആയിട്ട് നടന്നിരുന്ന ഒരു സാധനത്തിന്റെ ഇടയിൽ പോയി നമ്മൾ ഇടങ്കോലിട്ട് കുളമാക്കി. ഇതാണ് നമ്മൾ ചെയ്തത് ആത്യന്തികമായിട്ട്. അവിടെ ഒന്നും ആക്സിഡന്റലായിട്ട് സംഭവിക്കുന്നില്ല, നാച്ചുറലാണൊക്കെ. അതിന് വേണ്ടിയിട്ട് ഒരാൾ വേണ്ട, ഒരു ശമ്പളക്കാരൻ വേണ്ട, ഒന്നും വേണ്ട, ഒരു നേദ്യം അവിടെ വെക്കണ്ട. ഇതായിരുന്നു അവസ്ഥ. അതുകൊണ്ട് കാളി ഈ 3 ഘടകങ്ങളെ ഒന്നിച്ചു ചേർത്തുന്ന, അതിലൊക്കെ പ്രവർത്തിക്കുന്ന അന്തര്യാമിയായിട്ടുള്ള ശക്തിയായിട്ട് കാവുകളുടെ ഉള്ളിലുണ്ടായിരുന്നു. സൃഷ്ടിയും സ്ഥിതി സംഹാരം. അതുകൊണ്ട് കാവ് എന്ന് പറഞ്ഞാൽ കാളിയാ. കാവിലെ കാളിയല്ല, കാവ് ഈസ് ഈക്വൽ ടു കാളി, കാളി ഈസ് ഈക്വൽ ടു കാവ്. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവളുടെ ശരീരം തന്നെയായിരുന്നു അത്. നമ്മൾ എന്ന് നിർമ്മിതികൾ തുടങ്ങിയോ അന്ന് ഈ ചക്രത്തിലൊക്കെ കട്ടിങ് വന്നു. സൃഷ്ടി മുടങ്ങി, സ്ഥിതി മാത്രമായി, സംഹാരമില്ല. ആ ചക്രത്തിന് പ്രശ്നം വന്നോളൂട്ട്. ആ ജൈവമായിട്ടുള്ള ചൈതന്യത്തിൻ്റെ ഒഴുക്ക് ആ കാവുകളിലെ ദേവതകൾക്ക് ഇല്ലാതായിപ്പോയി, കാളിക്ക് ഇല്ലാണ്ടായിപ്പോയി. കരിങ്കല്ലുകളുടെ രൂപങ്ങളിൽ പിടിച്ചിട്ട് തടവിലിട്ടു. സ്വയമേവ അവൾ കയറിയിരുന്ന് ശ്വസിച്ചിരുന്ന പോലെ ആയില്ല. രാത്രികാലങ്ങളിൽ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഉരുകുക എന്ന് പറയില്ലേ, ആ അവസ്ഥയിലാണ് ദേവിയെ നമ്മൾ ആക്കി വെച്ച്. പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകമാണ് കേരളത്തിലെ കാളീസേവ, ഡോക്ടർ ചേലനാട്ട് അച്യുതൻ്റെ. അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പുത്തനാലിക്കൽ അമ്മയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ചെർപ്പശ്ശേരി പുത്തനാലിക്കൽ കാവ്. ഇന്ന് പുത്തനാലിക്കൽ കാവ് ഭഗവതി ക്ഷേത്രമായത്. പണ്ട് ആ ആലിൻ്റെ താഴെ ഒരമ്മയായിട്ട് നല്ല ആലിൻ്റെ കാറ്റൊക്കെ കൊണ്ടിരുന്ന അമ്മയാണ്. ചപ്പിലയും ചരൽക്കല്ലും കാളിക്കിഷ്ടന്ന് പാട്ട് തന്നെയുണ്ട്. അമ്മയ്ക്ക് അത് മതി. അമ്മയുടെ അഭിഷേകം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ വീണ ഇലകളാണ്. ചുറ്റും മുഴുവൻ ചരൽക്കല്ലും
ഇതുമായിട്ട് ഇരുന്നാൽ മതി അമ്മയ്ക്ക്. അങ്ങനെ ഇരുന്ന കാളിയാണോ ശക്തിമതി, അതോ ഇപ്പോൾ ഉള്ള കാളികളാണോ ശക്തി ഉള്ളതെന്ന് ഒന്ന് പഠിച്ചു നോക്കണം, നന്നായിരിക്കും. ആരായിരുന്നു ഈ വിളിച്ചാ വിളിപ്പുറത്തുള്ള അമ്മ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം, നന്നായിരിക്കും. കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഉള്ളിലിരിക്കണ അമ്മയാണോ, അതോ തുറസായ കാവുകളിലിരുന്ന അമ്മയായിരുന്നോ ആ പേരിന് ഉടമ അല്ലെങ്കിൽ ആ പ്രശസ്തി ഉണ്ടായിരുന്നതെന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കാടുകളുടെ താളം നഷ്ടപ്പെട്ടു പോയി. കൃത്രിമമായിട്ട് മനുഷ്യനുണ്ടാക്കുന്നവിടെ ഒന്നും താളമില്ല. നമ്മൾ താളം ഉണ്ടാക്കണം അതിരാവിലെ തന്നെ ആ അമ്മയുടെ ചെവിട് പൊട്ടിക്കണ മാതിരി പാട്ട് വെച്ചിട്ടാ. ചെവിട് പൊട്ടിക്കണ മാതിരി പാട്ട് വയ്ക്കും. ശിവക്ഷേത്രമൊക്കെ ആണെങ്കിൽ പാട്ട് വെച്ചാൽ ആലോചിച്ച് നോക്കൂ. ശിവൻ ആത്മസ്വരൂപം, തപസ്വി, നിശബ്ദത, അധിക അലങ്കാരം പാടില്ല, ബഹളം പാടില്ല, ഇതൊന്നും പാടില്ലാത്ത ആളാണ്. അങ്ങവരുടെ മകളാണ് ഈ ഭദ്രകാളി എന്ന് പറഞ്ഞത്. സാക്ഷാൽ യോഗിനിയാണത്. നിശബ്ദത വളരെ വേണ്ട ആളാ. ആകെ വേണ്ടത് പടഹ, അതും പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ പടഹച്ച മേളത്തോട് കൂടിയിട്ട് അത് അവളെ സന്തോഷിപ്പിക്കും. കുണ്ടലിനിയാണ്. അതുകൊണ്ട് അങ്ങോട്ട് ആട്ടണം, അങ്ങനെ ചവിട്ടി 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 അങ്ങോട്ട് ഉയരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് കൊട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ എപ്പോഴും നിശബ്ദത വേണ്ട ആൾക്കാരാ. കാരണം സൈലൻസിലാണ് ആധ്യാത്മികത. അത് ഇനിയും നമ്മൾ പഠിച്ചിട്ടില്ല. അകത്തുള്ള നിശബ്ദത, പുറത്തെ ബഹളമല്ല, അകത്ത നിശബ്ദത. അതിനുള്ള സ്ഥലങ്ങളാണ്. ആ പുറത്തെ ബഹളങ്ങളിൽ നിന്ന് നമുക്ക് വന്ന് നിശബ്ദമായിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാവുകൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആ കാവുകൾ കെട്ടിത്തിരിച്ചു വെച്ചത്. അവിടെ നമ്മൾ ബഹളമയമാക്കി. ദക്ഷിണാമൂർത്തിയായിട്ട് ഭഗവാൻ തപസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത് എൻ്റെ പ്രഭാഷണം കഴിഞ്ഞു ഉടനെ തിരുവാതിര കളി. ഞാൻ പോയപ്പോൾ ദക്ഷിണാമൂർത്തിയായിട്ട് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് അത് അസല് ശൃംഗാര ചൊവ്വയുള്ള തിരുവാതിരക്കളി പാട്ട്. അതാണ് നമ്മുടെ സെൻസ് എന്ന്. അപ്പം വാസ്തവത്തിൽ കാളിക്കിഷ്ടം ചെല്ലാട്ടച്ചുവാൻ്റെ പുസ്തകത്തിൽ എഴുതിയ പോലെ തന്നെ കാവുകളായിരുന്നു. കാരണം അവിടെയാണ് അവള്, നമ്മൾ പറയില്ലേ ഞാൻ ജീവിച്ചു എന്ന് പറയാവുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്ന കാലത്താണ്. പിന്നെ അതിന് ശേഷം എൻ്റെ ജീവിതമൊക്കെ മാറിപ്പോയി നമ്മൾ പലപ്പോഴും പറയും. അതുമാതിരി അമ്മ പറയണം ഞാൻ ജീവിച്ചു എന്ന് എനിക്ക് പറയണമെങ്കിൽ ഞാൻ കാവുകളിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ജീവിച്ചതെന്നാ നമ്മുടെ അടുത്ത് ആ പെറ്റ അമ്മ പറഞ്ഞു തരണത്. കാവ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാടാണ് എന്ന് കരുതിയിട്ട് അതിനെ ചെറുതായിട്ട് തള്ളിക്കളയരുത്. ഇന്നിപ്പോൾ നമ്മൾ ഇല്ലാത്ത കാട് മിയാവാക്കി മോഡലും അതും ഇതും വെച്ചിട്ടുണ്ടാക്കണം. കൃത്രിമമായിട്ട് കാടുകൾ കോർപ്പറേറ്റ് കമ്പനികൾ പ്രോജക്റ്റിലെ CSRന്റെ ഭാഗമൊക്കെ ആയിട്ടൊക്കെ ചെയ്യണം. മിയാവാക്കി മോഡൽ എന്ന് പറഞ്ഞ ജാപ്പനീസ് മോഡലിൽ കാടുകൾ ഉണ്ടാക്കണം. പണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓരോ കാവും ഒരു കംപ്ലീറ്റ് മോഡലായിരുന്നു. ഒരു കാട് എങ്ങനെയായിരിക്കണം, അതൊരു വലിയ വിശാലമായിട്ട് ഹെക്ടർ കണക്കിന് കിടക്കുന്ന വിസ്തരിച്ചിട്ടുള്ളൊരു വലിയ വന്യജീവി റിസർവ് പോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ മാതൃകയായിരുന്നു നമ്മുടെ കാടുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നതാണ്. അതിൽ തന്നെ ഗായത്രിയുടെ വ്യാഹൃതികളെ പറയാറുണ്ട്. നല്ല രസമാണത്. ഭൂർഭുവ സ്വഹ എന്ന് പറയും നമ്മൾ. 3 ലോകങ്ങൾ, ഉയർന്ന ലോകം, നടുക്കുള്ള ലോകം, താഴെയുള്ള ലോകം. കാവിൻ്റെ ഉയർന്ന ലോകം എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിൻ്റെ തലപ്പുകളാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ് ജീവൻ. ആ കാവിൻ്റെ അതിൻ്റെ മുകളിൽ ആകാശമാണ്, ശിവനാ. പീഠം യസ്യ ദരിത്രീ ജലധര കലശം ലിംഗം ആകാശമൂർത്തി എന്നാണ്. അപ്പൊ അതിൻ്റെ മുകളിലേക്കൊക്കെ ശിവനാ. അവിടെ ആ ക്ഷേത്രം ഈ മരങ്ങളുടെ തലപ്പുകളിൽ നിന്ന് തുടങ്ങുകയാണ്. മരങ്ങൾ തന്നെ ദേവതകളാ. കാവിലെ മരങ്ങൾ നമ്മൾ മുറിക്കില്ല, പണ്ട് ഒരു കമ്പ് പോലും ഓടിക്കില്ല. കാരണം ഒക്കെ ദേവതകളാ. അത് വെറും മരമല്ല. നമ്മൾ പറയും, ഇപ്പോൾ എൻ്റെ അമ്മമ്മയുടെയൊക്കെ തറവാട്ടിൽ ഇവിടെ എത്തനൂരടുത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു 6-7 ഏക്കറുള്ള സർപ്പക്കാവ് ഇന്നും വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് തറവാട്ടുകാർ, നശിപ്പിച്ചിട്ടില്ല. വെഴുത്തന്മാരായിരിക്കണത്. വെഴുത്തന്മാരെ വെച്ചാൽ സർപ്പം കാളിയുണ്ട് അവിടെ. അതിൻ്റെ ഉള്ളിലുള്ള മരങ്ങളെ കുറിച്ചിട്ട് പണ്ടൊരു മുത്തശ്ശി പറഞ്ഞിട്ട് എനിക്ക് പേടിയായിട്ട് എനിക്കത് പോയി കാണണമെന്നുണ്ട്, എന്നാൽ കാണാൻ പോലെ ധൈര്യമില്ല. രാത്രിയായ ഈ മരങ്ങളൊക്കെ ദേവന്മാരും സർപ്പങ്ങളും ആവും. പകലാവുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് മരങ്ങളായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാണ്. പക്ഷെ അത് പിന്നീടാണ് അതിൽ പറയണതിലൊരു വലിയ സത്യമുണ്ട്. കാരണം പഴയ ജനതകൾ മുഴുവൻ സകലതിനെയും ദേവതയായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മളെ മാതിരിയല്ല. ഒരു ന്യൂസ് പേപ്പറിൽ ചവിട്ടിയാൽ പോലും തൊട്ട് നിലവയ്ക്കാൻ പഠിപ്പിച്ചിട്ടുള്ള മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ആയിരുന്നു നമുക്ക്. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ഇന്ന് പ്രദക്ഷിണ വഴി തന്നെ ഡൊണേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് അതിൽ ചവിട്ടി നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അക്ഷരത്തിൽ ചവിട്ടണവരാ അല്ലേ? അപ്പൊ അത്രയൊക്കെ ആയിക്കഴിഞ്ഞു.
എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും ആത്മവിമർശനം ചെയ്യണമെന്ന് ചോദിച്ചാൽ വേദന കൊണ്ടാ. നമ്മൾ ഒന്നും ഇല്ലാതിരുന്നവരല്ല, എല്ലാം ഉണ്ടായിട്ട് നശിപ്പിച്ചവരാ. അതുകൊണ്ടാണ് ഈ കരച്ചിൽ വരുന്നത്. ഒന്നുമില്ലാത്തവരാണെങ്കിൽ പറയാം നമുക്ക്, ആ ശരി, നമുക്ക് ഇതൊക്കെ കിട്ടിയത് ബോണസ് എന്ന് പറഞ്ഞിട്ടിരിക്കാം. ഇത് ഉണ്ടായിരുന്നൊരു നല്ല രീതിയെ തൊലച്ചു കളഞ്ഞിട്ട് ഇന്ന് ഈ കിടന്ന് ബുദ്ധിമുട്ടി അപകട മരണങ്ങൾ, അന്യം നിന്ന് പോവുക വംശങ്ങൾ, സ്വന്തം പണിത വീട്ടിൽ ജീവിക്കാൻ പറ്റാണ്ടാവുക, കടം എടുത്ത് പണിത വീട് കടം കയറിയിട്ട് വിൽക്കേണ്ടി വരിക, സമ്പാദിച്ചു കൂട്ടിയത് മുഴുവൻ പോവുക, ആരോഗ്യം കളഞ്ഞ് പണിയെടുക്കുക, അതിനുശേഷം ആ ഉണ്ടാക്കിയ പൈസ മുഴുവൻ പോയ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രി കൊടുക്കുക. ഒരടിത്തറയില്ലാത്ത ഒരു സംവിധാനം അതിലേക്ക് നമ്മൾ വന്നു. അതിൻ്റെ ഒരു കോറിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാവുകളുടെ ഡിസ്ട്രക്ഷൻ അറ്റ്ലീസ്റ്റ് നമ്മൾ കേരള സമൂഹത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉയർന്ന തലം അഭൂർ എന്ന് പറയുന്ന വ്യാഹൃതിയിലെ ആദ്യത്തെ ഭാഗം മരങ്ങളുടെ തലപ്പുകൾ, അതിൽ പക്ഷികൾ സന്ദേശവാഹകരായിട്ട് ഒരു മരത്തുനിന്ന് ഒരു ദേവൻ പറയണത് അടുത്ത ദേവനിൽ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ദൂതന്മാരെ പോലെ പക്ഷികൾ ഇങ്ങനെ പോണ കാണാം. നമുക്ക് ഒരു ദേവലോകം നമുക്ക് ശരിക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ മിന്നി 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 വരും അല്ലേ. ഒരനുഗ്രഹം നമ്മുടെ മനസ്സിലൊക്കെ മൂടി നിൽക്കുമ്പോഴും അനുഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക്, അമ്മയുടെ അനുഗ്രഹം കയറി വരുന്ന ഒരു ഫീലാണ് കാവുകളുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ. മനസ്സ് ചുട്ടിട്ട് അവിടെ പോയിരിക്കുമ്പോൾ ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ വരും. അമ്മ നമ്മളെ തലോടറ പോലൊരു സുഖം ഉണ്ടാവും. ഇന്ന് നമുക്ക് അങ്ങനെ പോയി നിൽക്കാൻ പോലും പറ്റില്ല. നിൽക്കുമ്പോഴേക്കും പോലും മാറൂ, മറക്കരുത്, അങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോകൂ, നേദ്യം വരണു, അത് വരണു, ഇത് വരണു. വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയി ഒന്ന് കണ്ടോന്ന് തന്നെ. ഇപ്പം കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അകത്തുള്ള ആളെ കാണാൻ പോലും പറ്റില്ല. കാരണം വിളക്കന്നെ പിശുക്കിയ കത്തിക്കുന്നു പല സ്ഥലങ്ങളിലും. ഇങ്ങനെയൊക്കെ നോക്കണം, ഏതാ ദേവത എന്ന് പോലും മനസ്സിലാവില്ല. ഗുരുവായൂർ ഒരു അലങ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ എന്നോട് പുറത്തു വന്ന് ചോദിച്ചു, എന്താ സെന്റ് ജോർജിനെ മാരിയിരിക്കണമെന്ന്. അങ്ങേർക്ക് അങ്ങനെ തോന്നി, പണ്ടുണ്ടായതാ. ഞാനവിടെ ഷൂട്ട് ചെയ്യണ കാലത്ത് അദ്ദേഹത്തിന് കുതിരപ്പുറത്ത് വ്യാളിയെ കുത്താണ്ടിരിക്കുന്ന സെന്റ് ജോർജിന്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല സാർ, അത് കൽക്കിയുടെ അലങ്കാരമാണ്. ഇതാണ് നമ്മുടെ അറിവ്. കാരണം നമ്മൾ രൂപങ്ങളിലാണ് നമ്മൾ ഈശ്വരനെ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അതിൻ്റെ പുറത്ത് കടക്കാൻ പറ്റാണ്ടായി. അതിൻ്റെ മിസ്ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് മുഴുവൻ നടക്കണം. ആ ഭൂർ കഴിഞ്ഞാൽ ഭുവ തലത്തിലെത്തുമ്പോൾ അവിടെ ചെടികൾ, കുറച്ച് ഉയരം കുറച്ച് ചെമ്പരത്തിയൊക്കെ പോലുള്ള വലിപ്പമുള്ള ചെടികൾ, വല്ലാണ്ട വലിയ മരങ്ങൾ, നമ്മൾ ഷ്രബുകൾ പറയും. ആ ഷ്രബ്സ് ഔഷധ ചെടികൾ, എത്രമാത്രം ഔഷധങ്ങളാണ്. ഈ ദശപുഷ്പങ്ങളുണ്ടല്ലോ, ഈ 10 എണ്ണം 10 പ്രാണനെ രക്ഷിക്കാനുള്ള പുഷ്പങ്ങളാണ്. പ്രാണാപാന അപാന വ്യാന സമാനാദികൾ തൊട്ട് ധനഞ്ജയം വരെയുള്ള 10 പ്രാണനെയും സംരക്ഷിക്കാനുള്ളതാണ് ഈ ദശപുഷ്പങ്ങൾ. ഈ ഭൂവാങ്കുറുന്നിലയും ഈ വിഷ്ണുക്രാന്തിയും ഇതൊക്കെ നമ്മുടെ കാരണവന്മാർ കണ്ടെത്തി വെച്ചിരുന്നതാണ്. ഇന്ന് ശരിക്കുള്ള വിഷ്ണുക്രാന്ത പാലക്കാടെന്നല്ല, എനിക്ക് വേണം കേരളത്തിൽ തന്നെ പല സ്ഥലത്തും കാണുന്നത്. തുമ്പ കാണുന്നില്ല. പണ്ട് ഓണക്കാലായ തുമ്പ തന്നെ മുളച്ചിട്ടുണ്ടാവും. ഇന്ന് തുമ്പ തന്നെ കാണുന്നില്ല. തുമ്പ ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പമാണ്. തുമ്പപ്പൂ കൊണ്ട് അർച്ചിക്കുന്നത് മഹാദേവന് വളരെ ഇഷ്ടമാണ്. കണിക്കൊന്നിയും തുമ്പപ്പൂ ശിവന്റെ പ്രധാന പുഷ്പങ്ങളാണ്. മഹാവിഷ്ണുവിന്റെ, കൃഷ്ണന്റെ, ഗുരുവായൂരപ്പന്റെ പൂവല്ല കണിക്കൊന്ന. അത് വന്നിട്ട് കഴിഞ്ഞൊരു 100 കൊല്ലത്തിന്റെ താഴെയായിട്ടുള്ളൂ ആ സങ്കല്പം വന്നിട്ട്. കണിക്ക് വെക്കുന്നത് സൂര്യന്റെയും ശിവന്റെയും പുഷ്പമായതുകൊണ്ടാണ് കണിക്കൊന്ന വെക്കുന്നത്. ശിവൻ ജടയിൽ കെട്ടുന്ന പുഷ്പമാണ് കണിക്കൊന്ന എന്ന് പറയുന്നത്. അങ്ങനത്തെ പുഷ്പങ്ങൾ, എത്രയോ പുഷ്പങ്ങൾ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മേലുള്ള പൂക്കളല്ല, കാട്ടുപൂക്കളായിട്ടും നമ്മൾ പൂജയ്ക്കെടുക്കുന്ന പൂക്കളായിട്ടും നമ്മുടെ കാവുകളിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ മനുഷ്യൻ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നടന്ന് പുല്ല് വളരാണ്ടായിട്ടുള്ള ചില വഴികളുണ്ടാവും. ആ വഴികൾ നമ്മുടെ പൂർവികർ നടന്ന വഴികളാണ്. അവരുടെ സ്നേഹം, സന്തോഷം, കണ്ണീര്, ഉപാസന, ആത്മാർപ്പണം, അതിലാണ് നമ്മൾ ചെരുപ്പിടാണ്ട് ചവിട്ടി നടക്കുമ്പോൾ നമുക്കും ആ മനോബലം, അവരവശേഷിപ്പിച്ചു പോയ തപസ്, അവരവശേഷിപ്പിച്ചു പോയ സ്നേഹം, അവർ വയറ് മുറുക്കി കൊടുത്ത് പണിയെടുത്ത് നമ്മുടെ തലമുറകളെ വളർത്തിയെടുത്തതിൻ്റെ ആ എന്താ പറയുക, ആ പൈതൃകം, നന്ദി, ഇതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ നടക്കുക. ശനിദോഷത്തിന് ഏറ്റവും വിശേഷമാണ് വെറും നിലത്ത് നടക്കുക. വെറും നിലത്ത് നടന്ന് ചെരുപ്പിടാതെ അടുത്തുള്ള കാവുകളിലേക്ക് പോകാന്നുള്ളത്. നമ്മുടെ സമ്പ്രദായത്തിൽ പറഞ്ഞു തരില്ല, പുറത്തെ സമ്പ്രദായങ്ങളിൽ പറയും ചെരുപ്പിട. അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് ചെരുപ്പിടാതെ പോണത്. അതിൻ്റെ പ്രധാന കാരണം അതാണ്. ശബരിമല തന്നെ കാവായിരുന്നു, കാനന കാവാണത്. അയ്യപ്പൻ കാവായിരുന്നു. അത് കാട്ടിൻ്റെ ഉള്ളിൽ കാവ് സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന
വളരെ ഗഹനമായിട്ടുള്ളൊരു സ്ഥലം. അതിൻ്റെ തൊട്ട് മുകളിലാണ് പാഞ്ചാലിമേട്. അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്നൊരു വള്ളിയിൽ ഊഞ്ഞാലാടിയിട്ട് താഴെ വന്നിരുന്ന വള്ളിയങ്കാവിലെ ഭഗവതി ഉണ്ട്. ഇതൊക്കെ അനവധി തെക്കൻ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ആരോടോ പറഞ്ഞു, 4 ലക്ഷത്തിൻ്റെ അടുത്ത് കാവുകൾ കേരളത്തിൽ പഴയ എസ്റ്റിമേറ്റുകളിൽ, ബ്രിട്ടീഷ് എസ്റ്റിമേറ്റുകളിലുണ്ട്. അതിൽ തന്നെ 1 ലക്ഷത്തിൻ്റെ അടുത്ത് കാവുകൾ തിരുവിതാംകൂറിൽ മാത്രമുണ്ട്. ഇന്ന് മൊത്തം കേരളത്തിൽ സംരക്ഷിക്കപ്പെട്ട കാവുകൾ 20,000 മാത്രമാണ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ എത്ര നമ്മൾ കോൺക്രീറ്റ് ആക്കി, എത്ര നശിച്ചു പോയി, ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അമ്മയുടെ മുന്നിലാണ് നമ്മൾ വാസ്തവത്തിൽ അമ്മയെ അധ്യക്ഷയാക്കി ഇരുത്തിയിട്ടാണ് നമ്മൾ ആത്മാക്കളുമായിട്ടും അമ്മയുടെ ഭൂതങ്ങളുമായിട്ടും അമ്മയുടെ പരിവാരങ്ങളുമായിട്ടും ഒക്കെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നു. അവിടെ പോയിട്ടാണ് നമ്മൾ പേടിയില്ലാണ്ട് ഭൈരവനെയും ഗണ്ഡാകർണനെയും ഉച്ചിട്ടയും അതുപോലെ തന്നെ മുണ്ടിയനെയും അതുപോലെ തന്നെ എന്താ പറയുക പൊന്മൂലത്തിനെയും അതേമാതിരി തന്നെ ചെമ്പഴുക്ക മഹാലക്ഷ്മിയും ഒക്കെ നമ്മൾ ആരാധിച്ചിരുന്നത്. ഇന്ന് എത്ര പേർക്കറിയാം ഈ ദേവതകളൊക്കെ എവിടെയാണ്? നമ്മുടെ കാർഷിക സംസ്കാരം, നമ്മുടെ കന്നുകാലികളുടെ പരിപാലനം, അതുമാതിരി തന്നെ തറവാടുകളിൽ ജനിക്കുന്ന അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ജനിക്കുന്ന കുടിലുകളിൽ ജനിക്കുന്ന എന്തോ ആയിക്കോട്ടെ, ഏത് ജാതിയോ ഏത് സമൂഹം ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, ഇതൊക്കെ കേന്ദ്രീകരിച്ച് നിന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു. കുട്ടിയെ ഇത്ര മാസമാകുമ്പോൾ കാവിൽ കൊണ്ടുപോകുന്ന ചടങ്ങുകളുള്ള സമുദായങ്ങളുണ്ടായിരുന്നു. അസുഖമുള്ള ആളെ എടുത്തുകൊണ്ട് പോയിട്ട് വാഴയിലയിൽ കിടത്തിയിട്ട് ആ ആളെ മുന്നിൽ വിളക്ക് കൊളുത്തി വെക്കുക, അല്ലെങ്കിൽ ഇപ്പൊ മാരിയമ്മയുടെയൊക്കെ സ്ഥലങ്ങളിൽ ചെയ്യണമാതിരി മേലെ വീണ്ടും ഇപ്പൊ സമയപുരത്ത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, വാഴയില വിരിച്ചിട്ട് ആ ദേഹത്ത് മാവിളക്ക് കൊളുത്തി വെക്കും, അതോടെ അസുഖം മാറുന്ന അങ്ങനത്തെ ചടങ്ങുകൾ നടന്നിരുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ താഴത്തെ തട്ട് ഭൂർഭുവ, നമ്മൾ സുവയാണ് ഏറ്റവും മുകളിൽ, ഭൂർ എന്നുള്ള നമ്മുടെ ഏറ്റവും താഴത്തെ ലോകങ്ങൾ. ആ താഴത്തെ ലോകത്തിലേക്ക് വരുമ്പോൾ അവിടെ വേരുകൾ വന്നു, ചെറിയ ചെറിയ പുഴുക്കൾ, സർപ്പങ്ങൾ, അതേമാതിരി തന്നെ മണ്ണ് തുളച്ചു പോകുന്ന എലികളൊക്കെ പോലുള്ള പല്ലുള്ള കരളുന്ന ജീവികൾ, നല്ല നനവുള്ള മണ്ണ്, അതിൻ്റെ ഉള്ളിലുള്ള മണ്ണിരകൾ, മുള പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന വിത്തുകൾ. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു നിങ്ങൾക്കൊരു ധ്യാനം കിട്ടാനാ. കാരണം ഇതൊക്കെ ആയിരുന്നു നമ്മളൊക്കെ ഇരിക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ. അവിടെ ഇരുന്നിരുന്ന അമ്മയെ നിങ്ങളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ആ അനുഭൂതി നമുക്ക് കിട്ടും. ആ അനുഭൂതി കിട്ടാൻ വേണ്ടി ഈ 3 ദിവസം കൊണ്ടും ആ അനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയോ ചെറിയ ചെറിയ ജീവജാലങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം. തന്ത്രത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞ ഊർധ്വം, മരങ്ങളുടെ തലപ്പ് വരുമ്പോൾ സത്വഗുണമാണ്. ആ മധ്യം എന്ന് പറഞ്ഞ നടുക്കുള്ള ലെയർ അവിടെ വരുമ്പോൾ രാജസികമാണ്. താഴെയുള്ള ഏറ്റവും താഴെ വരുന്ന ആ സ്ഥലം നമ്മൾ തമസ് എന്ന് പറയും, അത് അധോലോകമാണ്. അതിൻ്റെ താഴേക്കും ഭൂഗർഭത്തിലും എത്രയോ ജീവജാലങ്ങൾ, പോക്കാച്ചി തവളകളൊക്കെ പോലുള്ളത് ഇരുന്നുറങ്ങുണ്ടാവും, ഹൈബർനേറ്റ് ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞിട്ട് കൊണരണവർ അല്ലേ. അങ്ങനെയൊക്കെയുള്ള എത്ര എത്ര ജീവികൾ. ഇതിൽ ഓരോന്നിലുള്ള ജീവൻ കാളിയാണ്. അതാണ് സർപ്പക്കാവുകളും നാഗക്കാവുകളുടെയോ അല്ലെങ്കിൽ കാളികാവുകളുടെയോ ഒക്കെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഈ കാവ് എന്ന് പറയുന്നതും കാളി എന്ന് പറയുന്നതും ഈ പറഞ്ഞതൊക്കെയാണ്. അല്ലാണ്ട് അവിടെ ഇരിക്കുന്ന ഒരു കല്ലോ അവിടെ ഒരു നമസ്കരിക്കേണ്ട ഒരു കുഴിയോ അതൊന്നുമല്ല, ഒരു മരം മാത്രമല്ല. ആ പ്രദേശത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ അമ്മയുടെ മടിയിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവിടെ പോയുള്ള ആരാധനയ്ക്ക് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി ഫലമായിരുന്നു പണ്ട്. അമ്മേ എനിക്ക് പറ്റണില്ല. പഴയ കാലത്ത് ആൾക്കാർക്ക് എന്ത് ദ്രവ്യം ഉണ്ടായിട്ടാ. കേരളമൊക്കെ പ്രത്യേകിച്ച് വളരെ കുറഞ്ഞ വിഭവങ്ങളുള്ളായിരുന്നു. നമ്മുടെ പണ്ടത്തെ ഭക്ഷണം തന്നെ നോക്കിയാൽ കാണാം. എന്ന് തൊട്ടാ മലയാളി ചോറുണ്ണാൻ തുടങ്ങിയത്. ഓണത്തിന് തന്നെ വിശേഷ വിഭവമായിരുന്നു രാജകൊട്ടാരങ്ങളിൽ ചോറ്. നേന്ത്രപ്പഴം പുഴുങ്ങിയതായിരുന്നു എത്രയോ കാലം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി വരുന്നത് ഇന്തോനേഷ്യ എന്നാണ്. ഇഡ്ഡലി എന്നുള്ള വാക്കന്നെ ഇന്തോനേഷ്യൻ വാക്കാണ്. സാമ്പാറും സകല നമ്മൾ ഇന്ന് പറയണതൊക്കെ പുറത്തുനിന്ന് വന്ന. പുട്ട് കേരളത്തിൻ്റെ ആണെന്നൊന്നും പറഞ്ഞേക്കരുത്, അത് ഡച്ചുകാർ കൊണ്ടുവന്നാണ്. കേരളത്തിന് സ്വന്തമായിട്ട് ഒരു പലഹാരവും ഇല്ല. അട പോലും നമ്മുടെ അല്ല. കാരണം നമ്മൾ അത്രയ്ക്കും അപകടം പിടിച്ചൊരു രാജ്യമായിരുന്നു. സർപ്പങ്ങളും കാടുകളും, പനി വരിക, കുഞ്ഞുങ്ങൾ മരിച്ചു പോവുക, പ്രകൃതിയോട് അത്രയും പടവെട്ടിയിട്ട്. അതുകൊണ്ട് അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്.
അങ്ങനെയാണ് ഈ ഭുവനേശ്വരിയും ഈ തിരുളങ്ങാട്ടമ്മമാരും കണ്ണോട്ടുകാവിലമ്മയെ പോലുള്ള ഭഗവതിമാർ, വടക്കന്ത്രക്കാവിലമ്മമാരുടെ ഭഗവതിമാർക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം വന്നതുകൊണ്ടാണ് നമുക്ക് അത്ര ഭയവും ഭക്തിയും ബഹുമാനവും ആയിരുന്നു ആ ദേവതകളോട്. അവരാണ് നമ്മുടെ മക്കളെ നോക്കണം, നമ്മുടെ കന്നുകാലികളെ നോക്കണം, ഈ ബോധം നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഒന്ന് പോയി പറഞ്ഞാൽ മതി, എൻ്റെ അമ്മയെ അല്ലെങ്കിൽ എൻ്റെ മുത്തി എന്നൊക്കെ വിളിക്കുക, പണ്ട് മുത്തശ്ശിയായിട്ടാണ് കാണുക. അവിടെ ചെന്നൊന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തിരിച്ച് വീടെത്തുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാവും. അത്രേ വേണ്ടിയിരുന്നുള്ളൂ. അതിന് ചിലപ്പോൾ ആകെ അവൾക്കൊന്ന് കൊടുക്കേണ്ടത് ഒരു തിരി, അതായിരിക്കും ആകെ ഒരു തിരിയായിരിക്കും അവൾക്ക് വേണ്ട. അത് പണ്ട് എങ്ങനെ തിരി കൊണ്ടുപോവാ, കാവിൽ തിരി വെക്കാന്നേ പറയുള്ളൂ, കാവിൽ വിളക്കൊളുത്താ പറയില്ല. ഉള്ള എണ്ണ അത്ര കുറവും അത്ര വില പിടിച്ചുകൊണ്ട് അതുകൊണ്ട് ഒന്ന് മുക്കും, എന്നിട്ടൊരു വാഴയിലോ ഒരു ഇലയിലോ വെക്കും, എന്നിട്ട് ആ നനഞ്ഞ തിരി കത്തിക്കും. അത് കത്തി തീർന്ന കഴിഞ്ഞു, അതേ വേണ്ടു അവൾക്ക്. അതുകൊണ്ട് സന്തോഷിക്കും. അവൾക്ക് ഈ തട്ടുവിളക്കും ചുറ്റുവിളക്കും ഒന്നും വേണ്ടായിരുന്നു. ഇന്ന് ഈ പറഞ്ഞ സകല വഴിപാടും കഴിച്ചിട്ടും ഫലം കാണില്ല എന്ന് ഭക്തൻ വിഷമിക്കുമ്പോൾ ആ ശാപദുരിതം കൂടാ ദേവിക്ക് പോണു. ഇതിനാണ് ഈ 12 കൊല്ലം കൂടുമ്പോൾ കലശം നടത്തുന്നത്. ആ താപം, ഞാൻ ഇത്ര വിളിച്ചിട്ടും നീ കേട്ടില്ലല്ലോ എന്ന് ഒന്ന് പറഞ്ഞാൽ മതി. കാരണം അത് കേൾക്കുമ്പോൾ അതിൻ്റെ നെഞ്ചങ്ങോട്ട് പൊട്ടും. അവള് നിസ്സഹായാണ്, സഹായിക്കാനുള്ള ആരോഗ്യം അവൾക്കില്ല. മക്കൾ വന്നിട്ട് പിന്നെയും പരാതി പറയുമ്പോൾ നമ്മൾ പറയില്ലേ, പണ്ടാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരായിരുന്നു, എനിക്ക് വയ്യാമ്മ, പഴയ മാതിരിയൊന്നും പറ്റണില്ല എന്ന് നമ്മൾ പറയണില്ലേ? അതേ അവസ്ഥയിലാണ്. കാരണം അവിടെ പോയിട്ട് ഓ ബ്രഹ്മല്ലേ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ക്യാപ്റ്റിവേറ്റഡ് ഹെർ ഇൻ എ പ്രിസൺ. ഒരു ജയിലിൻ്റെ അകത്ത് കൊണ്ടിട്ട മാതിരി മന്ത്രം കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ് അവളെ. അവളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ്. ഒരു ക്ഷേത്രം മനുഷ്യനുണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവളുടെ ഹെൽത്ത്. കാവിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലാതെ അത് പ്രകൃതിയിലുള്ള ചൈതന്യമാണ്. പിന്നെയാണ് അവിടെയുള്ള അതിഭീകരങ്ങളായിട്ടുള്ള സാന്നിധ്യങ്ങൾ വരണം. ഒരു 10 മിനിറ്റ് കൂടെ പോട്ടെ, കുഴപ്പമില്ലല്ലോ. അവിടെയാണ് സാന്നിധ്യങ്ങൾ വരണം. ഈ സാന്നിധ്യങ്ങളാണ് അവിടുത്തെ ബാക്കിയുള്ള മൂർത്തികൾ. നമ്മുടെ കൂടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും, പാർഷദന്മാരൊക്കെ ഉണ്ടാവും. ആ കല്ല് ഗണ്ഡാകർണനാണ്, ഈ കല്ല് എന്താ പറയുക മുണ്ടിയനാണ്, ഈ കല്ല് ഭൈരവനാണ്, ഈ കല്ല് എന്താ പറയുക നന്ദിയാണ്, അത് ശിവനാണ്, അത് മണിനാഗാണ്, ഇത് കരിനാഗാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും. പക്ഷെ അതൊന്നും അല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. യക്ഷി, മാടന്മാര്, അതുമാതിരി തന്നെ എന്താ പറയുക പിശാചുക്കള്, ഭൂതങ്ങള്, പ്രേതങ്ങള്, കാളികള്, കൂളികള്. ആ കാളി ഈ കാളിയല്ല, വേറെ കാളികളുണ്ട്. കാളികള്, കൂളികള്, ഇങ്ങനെ അനവധി ഭീകരമായിട്ടുള്ള ജന്തുക്കൾ. നമുക്കൊന്നും കാണാത്ത അറിയാത്തൊരു ലോകം അവിടെ ഉണ്ട്. അത് കാവുകളുടെ അകത്തുണ്ട്. അവരൊക്കെയായിരുന്നു ഈ ഭൂമിയുടെ ആദ്യത്തെ ഉടമസ്ഥര്. മനുഷ്യൻ വന്ന് വെട്ടിത്തെളിച്ചാണ്. നമ്മുടെ എന്ന് പറഞ്ഞ് സർവേ നമ്പർ ഇട്ട് തണ്ടപ്പേരും മേടിച്ചിട്ട് നമ്മൾ ആക്കിയെടുത്താണ്. ഇതപ്പോൾ അടുത്ത ഉപദ്രവം തുടങ്ങിയിട്ടുണ്ട്, സാറ്റലൈറ്റ് പിടിക്കുക. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. അവര് പണ്ടേ ഭഗവാൻ സർവേ ചെയ്ത് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളിലാണ് അവരിയ്ക്കണത്. അവരെ ആട്ടിപ്പുറത്താക്കിയിട്ടാണ് നമ്മൾ ശുദ്ധി. അവര് നെഞ്ചു ചുട്ട് പ്രാവിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ആ ക്ഷേത്രമല്ല കോളനിയല്ല ഒന്നും ഗതി പിടിക്കില്ല. അത് മനുഷ്യന്റെ വാസസ്ഥാനാണെങ്കിലും ക്ഷേത്ര നിർമ്മിതികളാണെങ്കിലും ഭൂതങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ പണി 8 അല്ല 18. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രീഭൂതബലി നടക്കണ സമയത്ത് കൊടിമരത്തിന്റെ അവിടുന്ന് ഒരു പർട്ടിക്കുലർ നമ്പർ പ്രദക്ഷിണം കഴിഞ്ഞാൽ ബലിച്ചോറ് വാരിയെടുത്തിട്ട് തൂവുന്ന ആള് ഒറ്റ ശ്വാസത്തിൽ ശീഘ്രബലി എന്ന് പറയും. ശ്വാസം എടുത്താൽ ഒറ്റ ശ്വാസത്തിൽ പോണെന്ന ഓടി വന്ന് ക്ഷേത്രപാലന്റെ അവിടേക്ക് വരും. ഡുണ്ടുണ്ടെന്ന് കൊട്ടിയിട്ടും വിളക്കൊണ്ടും ഇവർ ഓർഡർ കാണും. കണ്ടിട്ടുണ്ടോ? ആ നേരത്ത് വായും വളർന്നുകൊണ്ട് വരുന്നതാണ് തിന്നാൻ. അതുകൊണ്ട് വേഗം ഇട്ട് പോണം. നിന്നാൽ തൂവുന്ന ആളുടെ ജീവന് ഹാനിയാണ്. ഉത്സവബലി നടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 തരം ചോറ്, വെള്ളച്ചോറും മഞ്ഞച്ചോറും. ആ മഞ്ഞച്ചോറ് അവർക്കുള്ളതാ. പണ്ടത് നോൺ വെജിറ്റേറിയൻ തന്നെയായിരുന്നു. മാംസത്തോടും രക്തത്തോടും കൂടി തന്നെ കൊടുത്തിരുന്നു. വൈക്കം ക്ഷേത്രത്തില് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട് വഞ്ചിയിൽ വൈക്കം കായലിൽ കൂടെ പോകുമ്പോൾ അകത്ത് പാണി കൊട്ടണത് തെറ്റിക്കൊട്ടണ കേട്ടു. അടച്ചു കൊട്ടുക തുറന്നു കൊട്ടുക പറയും പാണി. അതിൽ ഒന്ന് മാറിക്കൊട്ടിയാൽ ഈ ദുഷിച്ച ശക്തികളെ വിളിച്ചു വരുത്തലാവും. ഇത് ആരണി അബദ്ധം കാണിക്കണേ, വഞ്ചി അടുപ്പിക്കേ പറഞ്ഞു. അദ്ദേഹം ഓടി ഉള്ളിൽ ചെന്നപ്പോ തൂവുന്ന ആളെ തിന്നാൻ വേണ്ടിയിട്ട് പാഞ്ഞു വരികയാണ്.
അപ്പൊ ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ വെറ്റില അടയ്ക്ക മുറിക്കണ ചെറിയ പേനക്കത്തി എടുത്തിട്ട് സ്വന്തം വിരല് മുറിച്ചിട്ട് രക്തം വീഴ്ത്തി കൊടുത്തു. അതിൽ തൃപ്തരായിട്ട് അവർ പോയി. അതുകൊണ്ട് 2 തന്ത്രമായി. വൈക്കത്ത് ഭദ്രകാളി മറ്റപ്പള്ളിക്ക് തന്ത്രം വന്നു എന്നാണ് കഥ. ഇതൊന്നും നമ്മൾ സാധാരണ ബുദ്ധിക്ക് മനസ്സിലാവില്ല. മനസ്സിലാകണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സർട്ടിഫിക്കേഷനൊന്നും അവർക്ക് വേണ്ട. നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും ദേ ഡോണ്ട് കെയർ. അത് അനുഭവമുള്ളവൻ അറിയും അവരെന്താണ്, അവരെ കൊണ്ട് എന്ത് സാധിക്കും. അമ്മയെക്കാട്ടിലും ശക്തിയാണ് പല സ്ഥലങ്ങളിലും. കാരണം അമ്മ ശാന്തമായിട്ടിരിക്കുന്നുണ്ടാവും. ചിലയിടങ്ങളിൽ അവരാണ് ഭരിക്കുക. ഒന്നും വേണ്ട. നമ്മുടെ മാങ്ങോട്ടുകാവിലമ്മ, അത്തിപ്പറ്റ മാങ്ങോട്ടുകാവ്, അവിടെ ആരാ? ആ മൂക്കൻ ചാത്തനാണ്. അദ്ദേഹത്തിന്റെ ഫലസിദ്ധിയാണ് അവിടേക്ക് ഇങ്ങനെ വലിക്കണത്. അമ്മ അവിടെ പ്രിസൈഡിങ് മാത്ര. അതുകൊണ്ട് പാർഷദന്മാര്, അതും കൂടാണ്ട് അവിടെ തപസ് ചെയ്ത് ശരീരം കളഞ്ഞിട്ടുള്ള നമ്മുടെ തന്നെ കാരണവന്മാരുടെ ആത്മാക്കള് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും തറവാട്ടിലുണ്ട് ഒരു കാരണവർ ഇങ്ങനെ നിൽക്കണ്ടാവും, ഒരു പ്രതിമ. ആദ്യം ആ ദേവി അവിടെ പ്രത്യക്ഷപ്പെടുത്തിയ ആളായിരിക്കും. അദ്ദേഹം നിശ്ചയിച്ച നേദ്യം മാറ്റാൻ നമുക്ക് അധികാരമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ വ്യക്തിയുടെ ആത്മാവിന്റെ കലയും അദ്ദേഹത്തിന്റെ ഉപാസനയുടെ കലയും നമുക്ക് ദ്രോഹം ഉണ്ടാക്കാൻ തുടങ്ങും. അതാണ് പ്രശ്നം വയ്ക്കുമ്പോൾ പറയും നേദ്യം മാറ്റി ഇത് പിടിച്ചിട്ടില്ല. അല്ലാണ്ട് അമ്മയ്ക്ക് നിരന്തരമായിട്ട് രക്തം കൊടുക്കണം എന്നൊന്നും പറയണില്ല. പക്ഷെ അത് നിശ്ചയിച്ച ആൾക്ക് അപ്രീതി. അദ്ദേഹത്തിന്റെ അതിനെ പ്രേതകല എന്നാ പറയുക. അത് പ്രേതം എന്നുള്ള ദുഷ്ടാർത്ഥത്തിൽ എടുക്കണ്ട. ശരീരം വിട്ട് ആത്മാവ് എന്ന് എടുത്താൽ മതി. ആ പ്രേതകലയിൽ നമ്മളിപ്പോൾ ഒരു മന്ത്രം സ്ഥിരം ജപിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ഗുരുവായൂരപ്പനോ ശിവനോ മുരുകനോ ഒക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ ഉപാസനാ കല പറയും. ഇത് രണ്ടും കൂടെ ചേർന്ന് നിൽക്കും. അത് നമ്മൾ ശരീരം പോയാലും ഉണ്ടാവും. അതാണ് ഉപാസനയുള്ളവർ മരിച്ച ശേഷം അവർക്ക് ശക്തി കൂടും. അപ്പൊ പിന്നെ ഇങ്ങനത്തെ കാരണവന്മാരുടെ കാര്യം പറയാനുണ്ടോ? അസാമാന്യ ശക്തിയായിരിക്കും. അപ്പൊ ആ അമ്മമാരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചവരുണ്ടാവും. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കണം. തറവാട്ടിലുള്ള അമ്പലങ്ങളായിരുന്നത് പലതും മാറി ഗ്രാമക്ഷേത്രവും പിന്നെ ദേശക്ഷേത്രവും പിന്നെ മഹാക്ഷേത്രവും ആവുമ്പോൾ മറന്നു പോകുന്നത് ഈ വെച്ച കാരണവരാണ്. ഗുരുവായൂരപ്പനെ പോലും കൊണ്ടുവച്ച ഒരാളവിടെ ഉണ്ട്. അത് നിങ്ങൾ കരുതുന്ന പോലെ ഒന്നും അല്ല. അതവിടെ പോട്ടെ. ആ ആളാരാ? ആ ആൾ എന്താണ്? അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താ? അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അഭിപ്രായം എന്താ? കൽപ്പാത്തിയിലെ വിശ്വനാഥ സ്വാമിയുടെ ക്ഷേത്രം ഒരു സ്ത്രീ പ്രതിഷ്ഠിച്ചത്. ലക്ഷ്മി അമ്മാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹതി പ്രതിഷ്ഠിച്ചാണ്. ആ അമ്മയുടെ കലയാണ് അവിടെ. പുരുഷനായിട്ടുള്ള ശിവനാണ് ഇരിക്കണമെങ്കിലും അതിലിരിക്കുന്ന ആത്മചൈതന്യം ആ അമ്മയുടെ ആത്മചൈതന്യമാണ്. അവരാ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോ കാവുകളുടെ ഉള്ളിൽ യക്ഷികളും ഭൂതങ്ങളും പ്രേതങ്ങളും നാഗങ്ങളും ഒക്കെ ഉണ്ടാവും. യക്ഷികളെന്ന് പറഞ്ഞാൽ കാടുകളിലുള്ള സ്ത്രീ ഭാവങ്ങളും ചൈതന്യങ്ങളുമാണ്. അതാണ് യക്ഷികൾ. അത് അനവധിയുണ്ട്. അത് ജൈന സ്വഭാവമുള്ള യക്ഷികളൊക്കെ പിന്നീട് മതം കൊണ്ടുവന്നാണ്. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ നാഗങ്ങൾ, അവർ രക്ഷകരാണ്. ഭൂമിയുടെ അടിയിലുള്ള നിധി, വിഭവങ്ങൾ, കുഞ്ഞുങ്ങൾ, ഗർഭം, ഇതൊക്കെ രക്ഷിക്കുന്നത് അവരാണ്. അതേമാതിരി തന്നെ ഭദ്രകാളി. ഭദ്രകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊടുക്കുക, ജീവൻ എടുക്കുക. 2 പെർഫെക്റ്റ് പരിപാടികളാണ്. അമ്മ തരും എടുക്കും, തരും എടുക്കും, തരും എടുക്കും. ഈ ചക്രത്തിലാണ് ദേവി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടിച്ചാത്തൻ. ചാത്തന്മാര് രക്ഷിക്കുന്ന ശക്തികൾ, ഗാർഡിയൻ സ്പിരിറ്റ്സ് ആണ് അവർ. ചാത്തൻ എപ്പോഴും, അനവധി ചാത്തന്മാരുണ്ട്. ചിലർ മനുഷ്യരനെയായിരുന്നു ഉപാസിച്ചിട്ട് ചാത്തനായിട്ടുള്ളവരുണ്ടോ. അങ്ങനെയുള്ളവർക്ക് ശക്തി വേറിട്ടൊരു സ്വഭാവമായിരിക്കും. അനവധി ചാത്തന്മാരുണ്ട്. ഒരു ചാത്തനൊന്നുമല്ല, അനവധി ചാത്തന്മാരുണ്ട്. ഇന്ന് നമ്മൾ ചാത്തനെ കുറിച്ച് കേൾക്കുന്നതൊന്നും അല്ല ശരിക്ക്. ചാത്തന്റെ എന്താ പറയുക, ശക്തിയും പവറും ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെടുകയാണെന്ന്. അത്യുന്നതമായിട്ടുള്ള സ്വഭാവമുള്ള ഉപാസകരായിരുന്നു അവരൊക്കെ. സാധാരണ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന ഒരു ഉയർന്ന ജാതിയിലും പെടാത്ത എന്നാ ഉയർന്ന ഉപാസകർ. അമ്മ ആരാണെന്ന് മനസ്സിലാക്കിയവർ. മുത്തപ്പൻ ഇന്നിപ്പോ ശിവനാണ് വിഷ്ണു ആണെന്നൊക്കെ നമ്മൾ പറയും. ശരിയാണ്, എല്ലാം ശിവനാ. ഞാനും നിങ്ങളും ഒക്കെ ശിവനാ. നമുക്കത് അറിയണില്ല എന്ന് മാത്രം. അവർക്കത് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ശിവത്വത്തിലേക്ക് അവർ വന്നു. അങ്ങനെ അല്ലാണ്ട് ഇന്ന് പുരാണങ്ങളിൽ പറയുന്ന ശിവന്റെ ഭാവം അല്ലാതെ. മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ അതൊരു മുത്തപ്പനാണത്. അതൊരു ദേവനാണ്. മനുഷ്യനായി ജീവിച്ച ആളാണ്. ശരീരം പോയതിനു ശേഷം ദേവതാഭാവം വന്നു. ഇവർക്കൊക്കെ കാവുകളിൽ സ്ഥാനമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പം മുത്തപ്പനെയും കാണാം. മടപ്പുരകളിൽ മാത്രമല്ലാണ്ട് മുത്തപ്പനെയും കാണാം. പിന്നെ ബ്രഹ്മരക്ഷസുകൾ, അനവധി രക്ഷസുകൾ ഉണ്ടാവും, ബ്രഹ്മരക്ഷസുകൾ ഉണ്ടാവും. ബ്രഹ്മരക്ഷസുകൾ ബ്രാഹ്മണപ്രേതാണ്. ഗായത്രി കിട്ടിയിട്ട് അപഥസഞ്ചാരം കൊണ്ടോ അപകടമരണം കൊണ്ടോ സംഭവിച്ചാൽ ആ ഉപാസനയും ആ പ്രേതവും കൂടെ ലോക്കാവും. അപ്പോഴാണ് ബ്രഹ്മരക്ഷസാവുക.
അതിൽ തന്നെ ദമ്പതി തുടങ്ങിയിട്ടുള്ള രക്ഷസ്. ഇവിടെ ഒരു രക്ഷസിന്റെ സാന്നിധ്യം ഉണ്ടല്ലേ. അപ്പൊ അവരുടെ സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ട് കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഒരു പാർലമെന്റാ. അവിടെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ അമ്മയാണ്. അവിടുത്തെ പ്രതിനിധികളായിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും. നമ്മൾ അവിടെ നിവേദനമായിട്ട് പോകുന്നവർ മാത്രമാണ്. അതിനൊരു പാർലമെന്റിന്റെ സ്വഭാവമാണ്. അവിടെ മനുഷ്യന് ഒരിക്കലും മനസ്സിലാക്കാത്ത, മനുഷ്യൻ്റെതല്ലാത്ത ഒരു ബോധമണ്ഡലത്തിന്റെ സ്ഥലമാണ്. വേറൊരു ലോകമാണ്. ആ ബോധമണ്ഡലം നമുക്ക് മനസ്സിലാവാറില്ല. ചിലവർക്ക് ചിലപ്പോൾ വല്ലതും കണ്ടു എന്ന് വരാം. രാത്രി ഒരു മൂത്രമൊഴിക്കാൻ എണീച്ചപ്പോൾ അവിടെ കാവിൻ്റെ അകത്തൊരു വെളിച്ചം കണ്ടു, ഏതോ ഒരാൾ ഊഞ്ഞാലാടറ കണ്ടു എന്നൊക്കെ പറയും പഴയ കാലത്ത്. അതൊക്കെ അങ്ങനെ കാണുക എന്നല്ലാണ്ട് ആ കാവ് രാത്രി ആവുമ്പോൾ വേറൊരു ലോകമായി മാറും. പകല് കാണുന്ന സ്ഥലമല്ല കാവായിരിക്കുക. ഇതൊക്കെ കാളിയുടെ കാവുകളുടെ മനോഹാരിതകളായിരുന്നു. എന്തുകൊണ്ട് ഭൂതങ്ങളും പിശാചുക്കളും കാവുകളിൽ പോയിരിക്കുന്നു? ഒന്നവിടുത്തെ ഇരുട്ട്. അവർക്ക് രഹസ്യ സ്വഭാവം കൂടുതലാണ്. അവർക്ക് മനുഷ്യരെ പേടിയാണ്. അവർക്ക് മറ്റുള്ളവരെ അവരുടെ രൂപം കാണിച്ച് പേടിപ്പിക്കാനും താല്പര്യമില്ല. ആർക്കും ഉപദ്രവമില്ലാണ്ടിരിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അതേപോലെ തന്നെ നനവുള്ള സ്ഥലത്തെ ഊർജം ഒഴുകുള്ളൂ, എനർജി ഫ്ലോ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നനവ് അന്വേഷിച്ച് പോകണം. പാമ്പുകൾ നോക്കിയിട്ടുണ്ടോ? നനവുള്ള സ്ഥലത്ത് വന്ന് കിടക്കും. അവർക്ക് നനവാ വേണ്ടത്. അതേപോലെ മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സൈക്കിക് പവറുള്ള ഒരു ജീവജാലങ്ങൾ വേറെ ഈ ഭൂമിയിലില്ല. നമ്മൾ അടുത്ത് നിന്ന് ചിന്തിക്കുന്നത് പോലും അതിനറിയും. മരങ്ങളോട് സംസാരിച്ചു നോക്കൂ. പൂക്കാത്തൊരു മരത്തിൻ്റെ അടുത്ത് ഒന്ന് പൂക്ക് എന്ന് 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ടക്കുന്ന് പൂത്തിട്ടുണ്ടാവും. അതാണ് ആ കണക്ഷൻ. നമ്മുടെ ഉള്ളിലെ കാളിയും അതിൻ്റെ ഉള്ളിലുള്ള കാളിയും തമ്മിൽ ബന്ധം വരികയാണ്. അപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. മരങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ്. ആ സെൻസിറ്റിവിറ്റിയുള്ള മരങ്ങളിൽ ഏറ്റവും സെൻസിറ്റിവിറ്റിയുള്ള മരമാണ് അത് ആല് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അരയാല് വിഷ്ണുവും പേരാല് മഹാദേവനുമാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ ഭാരതത്തിൽ ഉടനീളം എത്രയോ 1000 വർഷങ്ങളായിട്ടുള്ള അറിവുകളാണ് ഇതൊക്കെ. പിന്നെ ഇതിലൊക്കെ ഉപരി നിശബ്ദത, കാവുകളുടെ നിശബ്ദത. എന്തിനാ നിശബ്ദത? തടസ്സമില്ലാത്ത ചലനത്തിന്, അൺഇൻറ്ററപ്റ്റഡ് വൈബ്രേഷൻ. അവിടെ ചെന്ന് ഇരുന്നാ ലയം കിട്ടി, സമാധി അവസ്ഥ അനുഭവിക്കാം. മനസ്സിൻ്റെ അടക്കമാണല്ലോ നമ്മുടെയൊക്കെ പ്രശ്നം. മനസ്സിൻ്റെ അടക്കമില്ലായ്മയാണ്. അതൊരു സെക്കൻഡ് നേരത്തെങ്കിലും ഒരു കാവിൽ ചെന്നിട്ട്, അതിലെ കാവുകളിൽ പണ്ട് സംസാരിക്കില്ല, പറയേണ്ടത് തന്നെ സ്വകാര്യ പറയുള്ളൂ. ചുണ്ടിൻ്റെ താഴെ ചെവിയിൽ അടുത്ത് പോയി അവിടെ എന്തെങ്കിലും ചടങ്ങ് നടക്കണമെങ്കിൽ തന്നെ ബഹളമില്ല. അങ്ങനെയായിരുന്നു. കാരണം അത്ര ലോലമാണ് അവിടുത്തെ അന്തരീക്ഷം. കാളി ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ശാന്തയായിട്ട്. ആ അവസ്ഥയെ നമുക്കും കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ വിസ്താരമായിട്ടുള്ള അനവധി കാര്യങ്ങളുള്ള ലോകത്ത് ആ ദേവി നടുക്ക് ഒരു പ്രതിഷ്ഠയായിട്ടോ ഒരു കല്ലായിട്ടോ, അതിനു മുമ്പ് എന്താ പറയുക, ചിലപ്പോൾ വെറുതെ ഒരു മുഴ മാതിരി ഒരു സാധനം നിലത്തുനിന്ന്, അല്ലെങ്കിൽ അവിടെ ഒരു കുഴി, ഇങ്ങനെയൊക്കെ ആയിട്ട് ആ ദേവി ഇരിക്കണ്ടായിരുന്നു. ഈ തന്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ വരുമ്പോൾ കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോനിയാണ്. യോനി വെച്ചാൽ എല്ലാ സൃഷ്ടിയും എവിടുന്ന് ഉത്ഭവിച്ച് അവസാനിക്കണോ അതാണ് യോനി എന്ന് പറയുന്നത്. ഗർഭപാത്രം, സകല ജീവന്റെയും ഗർഭപാത്രം, ശക്തി ഇരിക്കുന്ന ഗർഭപാത്രം. ഗർഭപാത്രത്തിൻ്റെ ആകൃതിയാണ് താഴോട്ടുള്ള മൊനയുള്ള ട്രയാങ്കിൾ. അതുകൊണ്ടാണ് ശ്രീചക്രത്തിൽ ഇത് വന്നത്. ഗർഭപാത്രത്തിനെയാണ് ഉപാസിപ്പിക്കുന്നത്. പെറ്റ അമ്മേ, നമ്മൾ വളർന്ന, നമ്മൾക്ക് ഈ ശരീരം കിട്ടിയ, നമ്മൾ എന്തിന്നാണോ ഈ രക്തവും മജ്ജയും മാംസവും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് പുറത്ത് ഈ കണ്ട അക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ടാനും ഒക്കെ വേണ്ടി ഇറങ്ങി വന്നത്, ആ വന്ന സ്രോതസ്സിനെ മാനിക്കലാണ്. അങ്ങനെ നോക്കുമ്പോൾ കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊർജത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇരുട്ടിൻ്റെ ഗർഭപാത്രമാണ്. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഒരു വെളിച്ചവും നമ്മൾ അറിയണില്ല, ഇരുട്ടണം അവിടെ. കേൾക്കുന്നേ ഉള്ളൂ ശബ്ദങ്ങൾ. അമ്മയുടെ ഹൃദയത്തിൻ്റെ താളം നമുക്ക് കേൾക്കാം. അതാണ് നമ്മൾ കേൾക്കുന്ന ഏക ശബ്ദം. കാവുകളിൽ അതാണ്. കാവുകളിൽ ആ പൾസാണ് നമ്മൾ കേൾക്കുന്നത്, വേറെ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. കാവുകളുടെ അകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ സകല അസുഖങ്ങളും മാറണമെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചുടനെ സ്റ്റെം സെൽസ് എടുത്തിട്ട് സൂക്ഷിക്കണത്. ക്യാൻസർ വന്നാൽ അതെടുത്താൽ മതി അസുഖം മാറ്റാൻ. പക്ഷെ ഇന്ന് വളരെ ചിലവേറിയിട്ടുള്ളൊരു
ചികിത്സാ പദ്ധതിയാണ്. ജനിച്ച ഉടനെ ഇപ്പൊ വലിയ വലിയ VIP-കളൊക്കെ അവരുടെ മക്കളുടെ സ്റ്റെം സെൽസ് എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. ആദ്യത്തെ പോണ പല്ലാണെങ്കിലും മതി. അപ്പൊ ഗർഭപാത്രത്തിന്റെ പുറത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് മറുപിള്ള, പ്ലാസെന്റ എന്ന് പറയും. അതെടുത്തിട്ട് ശീതീകരിച്ച് സൂക്ഷിക്കണു. ഇയാൾക്ക് നാളെ, ഈ ജനിച്ച കുട്ടിക്ക് നാളെ 60 വയസ്സാകുമ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള സ്റ്റെം സെല്ല് കിട്ടാൻ. സ്റ്റെം സെല്ലുകളുടെ കലവറയാണ് മറുപിള്ള എന്ന് പറയുന്നത്. അപ്പൊ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അസുഖം മാറുന്നു മോഡേൺ സയൻസ് പറയണു. പണ്ടുള്ളവർ പറഞ്ഞു, നമ്മുടെ ഗർഭപാത്രത്തിന്റെ പ്രതീകമായിട്ട് ആ കാവുകളെ ഉണ്ടാക്കി വെച്ചിരിക്കണു, നീ ഒന്ന് അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് തിരിച്ചു വന്നാൽ നിന്റെ സകല അസുഖം മാറും, നീ കാളിയുടെ ഗർഭപാത്രത്തിൽ ഒന്ന് ഇരുന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇടുവാ എന്ന് പറഞ്ഞിട്ട് ഇതവിടെ ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജീവിതം എന്താണെന്ന് പഠിക്കേണ്ട ഒരു സ്ഥലം. പക്ഷിമൃഗാദികളും കുടുംബങ്ങൾ ഉണ്ടാക്കണു, ജീവിക്കണു, ഇതൊക്കെ അവിടെയും നടക്കുന്നുണ്ട്. ഒരു കോൾഡ്രൺ ഓഫ് ലൈഫാണ്. ആ കോൾഡ്രൺ ഓഫ് ലൈഫ് നമ്മൾക്ക് അറിയണമെങ്കിൽ കാവുകളുടെ അകത്ത് നമ്മൾ ചെന്ന് നോക്കണം. ഇതിനൊക്കെ ഉപരി മനഃശക്തിയുടെ അളവില്ലാത്ത കലവറയാണ്, സൈക്കിക് പവറിന്റെ. കാവുകളുടെ ഉള്ളിൽ സാധന ചെയ്തിട്ടുള്ളവനൊക്കെ സിദ്ധനായിട്ടേ ഉള്ളൂ. അവന് ഇരുന്ന് കഴിഞ്ഞാൽ അറിയും എവിടെ നടക്കണമെന്ന് അറിയണ വിധത്തിലുള്ള ശക്തികൾ. പണ്ട് പാടത്ത് പണിയെടുക്കണവന് പോലും അറിയും 2 ദിവസം കഴിഞ്ഞാൽ ഭൂമി കുലുക്കം വരുമോ, മഴ വരുമോ, എപ്പോൾ വിതയ്ക്കണം, ഇങ്ങനത്തെ സകല അറിവും പ്രകൃതിയോട് ചേർന്ന് നിൽക്കണവന് അറിയും. മണ്ണിൽ പണിയെടുത്തവന് ശനിദശ വരില്ല. ശനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മണ്ണിൽ പണിയെടുക്കണവനെ. നമ്മുടെ പാലക്കാടിന് തന്നെ ഗ്രഹങ്ങളുണ്ട് ഓരോ സ്ഥലങ്ങൾക്കും. പാലക്കാടിന്റെ അതിദേവൻ ശനിദേവനാ. ഇവിടെ ദേഹം ഒഴിച്ച് പണിയെടുക്കണം. കാരണം കാർഷികമായിരുന്നു ഇവിടെ വൃത്തി. ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠം പഠിപ്പിക്കുന്നവനാ. അതിൻ്റെ മുകളിലൊരു ഗുരുനാഥനില്ല. ഗുരു എന്ന് വ്യാഴത്തിനെ പറയുമെങ്കിലും ജീവിതത്തിൽ പാഠം പഠിപ്പിക്കുക ശനിയാണ്. ആ ശനിയുടെ അതിദേവതയാ കാളി. ശകല ശനിദോഷവും മാറുമായിരുന്നു സർപ്പക്കാവുകളിൽ പ്രവേശിച്ച പണ്ട്. രാഹുദോഷം മാറും. രാഹു എന്താ? മനസ്സിലെ ചെളി, സർപ്പം, ചെളി. അത് മാറ്റാൻ ഏറ്റവും നല്ല സ്ഥലമായിരുന്നു സർപ്പക്കാവുകൾ. മനസ്സ് ശുദ്ധമാവുമായിരുന്നു. മാത്രമല്ല, നമ്മുടെയൊക്കെ പൂർവികരെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകളുടെ ഏറ്റവും വലിയ സംഭരണിയായിരുന്നു കാവുകൾ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് നമ്മളൊന്ന് ആലോചിക്കുക, ഞാൻ അങ്ങോട്ട് പൊട്ടി മുളച്ചതല്ല, എത്രയോ പേരുടെ കഷ്ടപ്പാടുകൾ. അതിന്നൊക്കെ അവരുണ്ടാക്കി വെച്ച, അവർ നടന്ന, അവർ പൂജിച്ച ആ വഴികളിൽ ഇന്ന് നമുക്ക് ഏത് ദേവതയെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും? എൻ്റെ മുത്തശ്ശൻ പൂജിച്ചാണ്, എൻ്റെ മുത്തശ്ശി പൂജിച്ചാണ്, എൻ്റെ മുത്തശ്ശി ആവണ കാലം വരെ തിരിവെച്ചിരുന്നു എന്നൊക്കെ നമ്മൾ ചിലരോട് അഭിമാനത്തോടെ പറയും. അടുത്ത തലമുറയ്ക്ക് അത് പറയാൻ പറ്റുമോ? അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് പറയാൻ പറ്റുമോ? സാധിക്കില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ഇടങ്ങളില്ല. ആൻസെസ്ട്രൽ മെമ്മറീസ് ഇല്ലാത്ത ജനത നശിക്കും, മറക്കരുത്. യൂറോപ്പിലൊക്കെ 1000 AD തൊട്ടിട്ടൊക്കെയുള്ള തലമുറകളുടെ റെക്കോർഡ്സ് സൂക്ഷിക്കുന്നുണ്ട് പല കുടുംബങ്ങളിലും. എൻ്റെ തന്നെ പല സായിപ്പന്മാരായിട്ടുള്ള സുഹൃത്തുക്കളുടെ വീടുകളിൽ ഞാൻ അത്ഭുതത്തോടെ നോക്കിയതുണ്ട്. അത് നിങ്ങൾ ഈ സിനിമയിലൊന്നും കാണണല്ല. നല്ല നല്ല അവിടുത്തെ നല്ല നല്ല കുടുംബങ്ങളിലുള്ളവർ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസ് പോലുള്ള സ്ഥലങ്ങളിൽ. നമ്മൾ അവരുടെ നിന്ന് വേണ്ടാത്തതൊക്കെ പഠിച്ചു എന്ന് ഞാൻ പറയാൻ കാരണമാണ്. നല്ലതൊന്നും പഠിച്ചില്ല. നമുക്കൊരു മെമ്മറി ഇല്ല. നമുക്ക് നമ്മുടെ പൂർവികർ എന്ത് ചെയ്യും? അവരൊക്കെ പൊട്ടന്മാർ, ഒരു വിവരമില്ലാത്ത ആൾക്കാർ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. നോക്കൂ, നിങ്ങളുടെ ഓരോ കോശത്തിലും അവരാ ജീവിക്കണത്. നിങ്ങളുടെ മക്കളുടെ ശരീരങ്ങളിൽ നിങ്ങളാ ജീവിക്കണം, അവരുടെ മക്കളുടെ ശരീരങ്ങളിൽ നിങ്ങൾ ജീവിക്കും. നന്ദികേട് കാണിക്കരുത്. നമ്മൾ ഒരിക്കലും നന്ദികേട് കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പരദേവത, അതേപോലെ തന്നെ കാവുകളിലെ ദേവത, ഗ്രാമദേവത എന്നൊക്കെ പറഞ്ഞതിന് ഇത്രയ്ക്ക് പ്രാധാന്യം വരാനുള്ള കാരണം. പലർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാവിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ച രോമാഞ്ചം വരും, കോരിത്തിരിക്കും ചിലർക്ക്. അന്തരീക്ഷത്തിൻ്റെ ശക്തി അത്. അതേമാതിരി തന്നെ മനസ്സ് കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉള്ളിലൊരു നിശബ്ദത വരും. കാവുകളുടെ ഉള്ളിലേക്ക് കയറി നിന്നാൽ മതി. അതേപോലെ തന്നെ കുറച്ചു നേരം കാവുകളിൽ ദിവസം സ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സെൻസ് ചെയ്യും. പെറ്റമ്മമാർക്ക് മനസ്സിലാവും മക്കളെ എത്ര ദൂരെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്നുണ്ടായാൽ എങ്ങനെയാ പെറ്റ വയറ് തിരിച്ചറിയണത്. അതേ കഴിവ് ആ അമ്മയുടെ മകടിയിൽ കയറി ഇരിക്കുമ്പോൾ നമുക്കും വരും. ഇത് കാവുകളിൽ സംഭവിക്കാറുണ്ട്. അതേമാതിരി തന്നെ ഭയം കലർന്ന, ആദരവ് കലർന്നിട്ടുള്ള ഒരു സ്നേഹം വരും. അമ്മയാണ് എന്നാ ഒരു പടിക്ക് പുറകിലും നമ്മളൊന്നുമല്ല എന്നുള്ള ആ ഒരു വിനയം. ഇന്ന് നമുക്ക് ക്ഷേത്രങ്ങളിൽ കിട്ടാത്തതാണ് വിനയം. നമസ്കരിക്കാൻ പോലും വയ്യ, അതാണ് അവസ്ഥ. അതേപോലെ തന്നെ ഒരു ക്ഷേത്രത്തിലും നമ്മളെ ആരോ നോക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നാറില്ല. അതുകൊണ്ട് നമ്മൾ പല തോന്നിയവാസവും കാണിക്കും. ഒരു കാവിൻ്റെ ഉള്ളിൽ ചെന്ന് നിന്നാൽ
നമുക്ക് തോന്നും എന്നെ ആരോ നോക്കുന്നുണ്ട്, എന്നെ ആരൊക്കെയോ നോക്കുന്നുണ്ട്. നേരത്തെ ഞാനിവിടെ പറയേണ്ടി വന്നു, അമ്മയുടെ പാർഷദന്മാരും ഭൂതഗണങ്ങളും അമ്മയടക്കമുള്ളവർ പ്രഭാഷണം കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലർക്കും ചിലപ്പോൾ ചിരി വരുന്നുണ്ടാവും. ഇത് ഞാൻ കാവിലിരുന്നാ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളത് അനുഭവത്തിൽ അറിയും. കാരണം നമ്മൾ നോക്കുന്നുണ്ട്, നമുക്കറിയും ആരോ നീങ്ങി, ഇവിടെ എന്തോ പോയി. സൈലൻ്റായിട്ട് ഇരുന്നാൽ അത് മനസ്സിലാവും. നമ്മുടെ ചുറ്റും ചിലപ്പോൾ അടുത്ത് വന്നിരിക്കുന്നുണ്ടാവും, അവളെ നമുക്കറിയില്ല. അവളുടെ അടുത്ത് ഇരുന്നൊരു വെറ്റിലയും മുറുക്കി, അമ്മേ സുഖാണോ, കുറേ ദിവസമായില്ലേ കണ്ടിട്ട്, നീ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞിരുന്ന നമ്മുടെ കാരണവന്മാരുണ്ടായി. ആ കാലം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു തലത്തു നിന്ന് ഉയർന്ന മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കയറുന്ന ഒരു അനുഭവം നമുക്ക് തരുമായിരുന്നു. അത് ഒരു സ്ഥലത്തേക്കല്ല നമ്മൾ പോകുന്നത്, നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്തേക്ക് തിരിച്ച് പ്രവേശിച്ചിട്ട് അവളുടെ ചൂടും പറ്റി അതിൻ്റെ ഉള്ളിൽ അവൾ തരുന്നതും കഴിച്ചിട്ട് സമാധാനമായിട്ട് പുറത്തേക്കേ പോണ്ട, ലോകം മഹാമോശമാണ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു. ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയും. ക്ഷേത്രങ്ങൾ നമ്മളെ പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ നമ്മൾ പരാതി മാത്രം പറയാൻ പോണേണ്. കാവുകൾ നമ്മളെ ഒന്നും മിണ്ടാതെ നമ്മൾ കയറി ചെന്നാ, ഏത് നേരത്ത് കയറി ചെന്നാലും മുഖം കറുപ്പിക്കാണ്ട വാമ്മ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കി തരുമായിരുന്നു, മാറ്റങ്ങളാണ് ഉണ്ടാക്കി തന്ന്. അതായത് അപ്പപ്പുള്ള പ്രശ്നങ്ങൾ മാറ്റിത്തരികയല്ല, ഈ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണമായിട്ടുള്ള ഒന്നുണ്ടല്ലോ നമ്മുടെ മനസ്സ്, അത് മാറ്റി തന്നിരുന്നു കാവുകളിൽ. അതായിരുന്നു കാവുകളുടെ ശക്തി എന്ന് പറയണത് തന്നെ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്താ പറയുക സങ്കടം. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്തുകയാണ്. കാരണം 8:20 20 മിനിറ്റ് ഞാൻ അധികം എടുത്തു. നാളെ ഇതേപോലെ തന്നെ 6 മണി തൊട്ട് ഞാൻ ബാക്കിയുള്ളത് പറയാം. നാളെ ഇതിൻ്റെ തന്നെ കുറച്ച് തുടർച്ച പറഞ്ഞ് കാവുകളുടെ, കേരളത്തിലെ വലിയ കാവുകളെക്കുറിച്ച് പറഞ്ഞ്, മറ്റന്നാൾ നമ്മൾ വീണ്ടും ഇതേ വിഷയത്തിലേക്ക് വന്ന് ഇവിടെ എന്താ സംഭവിച്ചത്, എന്ത് നമ്മുടെ തലമുറയ്ക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ളതിൻ്റെ ഒരു ചർച്ചയും വെച്ചിട്ട് ഇത് അവസാനിപ്പിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ പറയാനുള്ള അത്രയ്ക്കും മെറ്റീരിയൽ ഉള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇത് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് വെറുതെ കുറേ ഫാക്റ്റും ഫിഗറും പറഞ്ഞിട്ട് ഇത്ര കാവുണ്ടായിരുന്നു, അതിൽ ഇത്ര കാവ് നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾ വീട്ടിൽ പോയാൽ നിങ്ങളൊക്കെ മറക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഭാരവും കൊണ്ടാ പോണത്. നാളെ ഞാൻ ആ ഭാരം മാറ്റിത്തരാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ആ കണ്ണൂട്ടുകാവിലെ ഭഗവതി സന്തോഷിച്ച് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രേ ശരണം. നാരായണ ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ഭഗവാനെ സന്തോഷിക്കണേ. നാരായണ നാരായണ.